അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത് അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആരെയും മാറ്റാൻ പറ്റൂല എന്നൊരു ബോധം നമുക്ക് വേണം. ഇപ്പോൾ ഹുസ്ന എൻ്റെ അടുത്ത് എത്തിയാലും ആരെത്തിയാലും നമുക്ക് ആരെയും മാറ്റാൻ വേണ്ടി പറ്റൂല, പക്ഷെ അതിനൊരു കാരണമാകാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയേക്കാം. ഇപ്പം ഞാനൊരു പാരൻ്റാണ്, ഞാൻ ഒരുപാട് പാരൻസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനും കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം കുട്ടികളാക്കണം എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ അവരെ നോക്കുന്ന രീതി മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ജനറേഷനിലെ കുട്ടികളെ നമുക്ക് കയ്യിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ട്രൂ ആയിട്ടുള്ള ടീച്ചറെ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ, ഒരു മെൻറ്ററെ ഞാൻ എങ്ങനെ കണ്ടെത്തുന്നു റൂമിയോട് ചോദിക്കുമ്പോൾ തെബ്രീസ് പറഞ്ഞത് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെക്കാളും കൂടുതൽ ഫേക്ക് ആയിട്ടുള്ള ടീച്ചേഴ്സും മെൻറ്റേഴ്സും ഒക്കെ ഈ ലോകത്തിലുണ്ട്. അതിൽ നിനക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പം തെബ്രീസി പറയുന്നു, ഒരു ട്രൂ ആയിട്ടുള്ള മാസ്റ്റർ നിന്നെ പിന്തുടരാൻ, നിന്നെ ആസ്വദിക്കാൻ, നിന്നിലെ ഭംഗി കാണിച്ചു തന്നോടിക്കും. നീ എത്ര ഭംഗിയുള്ളവളാണ്, നീ എത്ര ഭംഗിയുള്ളവനാണ്, നിൻ്റെ ഉള്ളിൽ ആ ഭംഗി കാണിച്ചു തരുന്നവർക്ക് മാത്രമേ നിന്നിലേക്ക് മടങ്ങാൻ, നിന്നിലേക്ക് ഒതുങ്ങാൻ, നിന്നിൽ നിന്നും തന്നെ പുറത്തുള്ള ഭംഗി മൊത്തം കണ്ടെത്താൻ, പുറത്ത് നീ അഡ്മയർ ചെയ്യുന്നതിനൊക്കെ കണ്ടെത്താൻ ആരാണോ നിന്നെ സഹായിക്കുന്നത്, അവരിൽ നിനക്കൊരു ട്രൂ മെൻറ്ററെ, മാസ്റ്ററെ, ടീച്ചർക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഗൈഡിനോട് പറയാമെന്നുള്ളതിനേക്കാളും കൂടുതൽ ഗൈഡിനെ പറ്റി പറയാമെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഗൈഡിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ്. ആ പുസ്തകമായിട്ട് എനിക്കൊരു ചെറിയൊരു ബന്ധമുണ്ട്. +2 പഠിക്കുന്ന സമയത്ത് ഞാൻ പങ്കെടുത്തിട്ടുള്ള ഒരു ബുക്ക് റിവ്യൂ മത്സരത്തിന് എനിക്ക് ഫസ്റ്റ് വാങ്ങിത്തന്നത് ആ പുസ്തകത്തിന് ഞാൻ എഴുതിയിട്ടുള്ള റിവ്യൂ ആയിരുന്നു. അതിൽ നാർസിസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവാവിൻ്റെ കഥ പറയുന്നുണ്ട്. തൻ്റെ തന്നെ പ്രതിബിംബം നദിയിൽ കണ്ടിട്ട് അതിനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന, അതിൽ നിന്ന് ഒരുപാട് സൗന്ദര്യത്തിനെ ആസ്വദിച്ചിരുന്ന ഒരു ചെറിയൊരു പയ്യൻ്റെ ഒരു കഥ. ആ കഥ വെച്ചിട്ടായിരുന്നു ആ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗൈഡിൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് ഗൈഡ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതും ഇതുപോലെ പ്രതിബിംബത്തിൽ നോക്കി 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 നമ്മളുടെ സൗന്ദര്യം കൂടുതൽ കൂടുതൽ വളർത്തി 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 ആ സൗന്ദര്യത്തിൻ്റെ റിഫ്ലക്ഷനായിട്ട് നമ്മൾക്കുള്ളിലുള്ള സ്നേഹവും പ്രകാശവും ഈ ലോകത്തിനൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതാണ് അദ്ദേഹം അന്നും ഇന്നും നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രൗഡ്ലി പറയാൻ വേണ്ടിയിട്ട് പറ്റും, എൻ്റെ വഴിയിലുള്ള ഏറ്റവും വലിയ വെളിച്ചമായിരുന്നു ഗൈഡ്. ആൻഡ് ഗൈഡിനെ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതും വലിയൊരു ഭാഗ്യമായിട്ടും ഭയങ്കര അഭിമാനമായിട്ടും ഞാൻ കണ്ടുകൊണ്ട് തന്നെ ഗൈഡിനെ എൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ ഫസ്റ്റായിട്ട് തന്നെ ഗൈഡിൻ്റെ തന്നെ ഗൈഡഡ് കോഴ്സ് എന്ന് പറഞ്ഞ പുസ്തകം ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയ സമയത്ത് കണ്ടിട്ടുള്ള ഒരു കോട്ടായിരുന്നു, ലേൺ ഫ്രം ഫെയിലിയേഴ്സ് ആൻഡ് ഏൺ ഫ്രം എക്സ്പീരിയൻസ്. 2 ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഗൈഡ് എന്നും പറയാറുള്ളത് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്, ഞാൻ പഠിച്ച പാഠത്തിൽ നിന്നും ഞാൻ കടന്നു വന്ന ജീവിതത്തിൽ നിന്നും എന്നാണ് ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. ഗൈഡിൻ്റെ അനുഭവങ്ങൾ എത്രത്തോളം ഗൈഡിനെ ഈ അറിവിൻ്റെ തലത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? നമ്മൾ ആക്ച്വലി പറയാറുണ്ട്, ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ മുന്നേ ഇത് ഫസ്റ്റ് പോഡ്കാസ്റ്റാണ് മനസ്സിലാക്കണത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ എനിക്ക് വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. ഞാനെപ്പോഴും എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് കാണൽ, നമ്മൾ പഠിപ്പിച്ചവർ, നമ്മൾ അറിവ് പകർന്നവർ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുമ്പം ആ ഒരു തിരിച്ചു നൽകലുണ്ടല്ലോ, അതാണ് നമ്മളെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് ആക്ച്വലി ഈ ഒരു മൊമെൻറ്റ് ഫീൽ ചെയ്യുന്നത്. അതിനാദ്യം തന്നെ എല്ലാവിധ ഗ്രാറ്റിറ്റ്യൂഡും ഞാനിവിടെ ഷെയർ ചെയ്യാണ്. പിന്നെ അനുഭവങ്ങൾ എന്നുള്ളത് ആക്ച്വലി ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 100 പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാളും വളരെ ഇഫക്റ്റീവാണ് ഒരു ലൈഫ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ട് അത് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു വിസ്ഡം. ചിലപ്പം നമ്മൾ പറയാറുണ്ട് ഒരു കാര്യം തന്നെ ആവർത്തിച്ച് വായിച്ച് മനനം ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കാമെന്ന്. എന്നാൽ അങ്ങനെ എത്ര തന്നെ നമ്മൾ ഉറപ്പിക്കാൻ നോക്കിയ കാര്യവും ചിലപ്പം ഉറയ്ക്കാതെ പോയേക്കാം. എന്നാൽ ഒരു ജീവിത പാഠം, ഒരു ജീവിത അനുഭവം നമുക്ക് തരുന്ന ചില ലെസൺസ് ഉണ്ട്, അത് കാലാകാലത്തെ കുറച്ചതായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും എക്സ്പീരിയൻസിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യാറുള്ളത്. ഞാൻ പഠിപ്പിക്കാറും അതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പറയാറുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അനുഭവ തലത്തിൽ കിട്ടുന്ന ചില സംഭവങ്ങളുണ്ട്, അത് പുറത്തുനിന്നൊന്നും കിട്ടില്ല. അത് ഓരോരുത്തർക്കും പഠിച്ചവനിങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. അത് നമ്മൾക്കായിട്ടുള്ള വേദം എന്നൊക്കെ ഞാനതിനെ നിർവചിക്കാറുള്ളത്. ഓരോരുത്തർക്കും അവർക്കായിട്ട് ലഭിക്കുന്ന ചില വേദമുണ്ട്. വേദം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സംസാരമാണ്. അപ്പോൾ ദൈവം നമുക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസുകൾ നമ്മളുടെ വേദം വായിക്കുന്നത് പോലെയാണ്. അത് വായിച്ചുകൊണ്ട് വേണം മറ്റുള്ള പുസ്തകങ്ങളും മറ്റുള്ള അറിവുകളൊക്കെ നേടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മൂല്യവത്താണത് ജീവിത അനുഭവങ്ങളിൽ ലഭിക്കുന്ന പാഠങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമ്മളൊരു ഗൈഡഡ് ജേർണി എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് ഒരു ഗൈഡഡ് ജേർണിയിലാണെന്നുള്ളത് പറയാം. ഓക്കെ, നമ്മൾ ജനിച്ചത് മുതൽ നമ്മളൊരു ഗൈഡഡ് ജേർണിയിലാണ്. പക്ഷെ ഗൈഡിൻ്റെ അണ്ടറിലൊരു മെൻറ്റി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് 4 വർഷം. ആൻഡ് ഈ പുസ്തകത്തിലായാലും നമ്മൾ പൊതുവേ ലെജൻസിൻ്റെ അടുത്തൊക്കെ നമ്മൾ കേൾക്കുന്നത്
സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു മെൻറ്റർ ഉണ്ടായിട്ടുണ്ടാവുന്നുള്ളത്. ഞാൻ ബെന്യാമിൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മളുടെ വഴി എന്ന് പറയുന്നത് തെറ്റണം, തിരുത്തണം, വീണ്ടും നടക്കണം, വീണ്ടും തെറ്റണം, അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിനെ നോക്കി കാണേണ്ടത് എന്നുള്ളത്. ഗൈഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരേ സമയം പിടുത്തം കിട്ടാത്തതും എനിക്ക് അഡ്മയർ ചെയ്യുന്നതും ഞാൻ അത്ഭുതപ്പെടുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഗൈഡ് നമുക്ക് നോർമലായിട്ട് മെസ്സേജ് അയക്കലില്ല, നമുക്ക് വെറുതെ ക്ലാസ്സസ് എടുത്ത് തരത്തില്ല, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇങ്ങനെ തന്നെ ഒരു കമാൻഡ്സും ഗൈഡ് ഇതുവരെ തന്നിട്ടില്ല. ഗൈഡ് എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുക മാത്രമേ തന്നിട്ടുള്ളൂ. ഒരേ സമയം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന തെറ്റുകളും മണ്ടത്തരങ്ങളും ഗൈഡിനെ അറിയാം ഇത് തെറ്റും മണ്ടത്തരാണ് എന്നുള്ളത്. എന്നാൽ മൂപ്പരത് തിരുത്തുന്നുമില്ല. പക്ഷെ ഒരു നോർമൽ ടീച്ചർ അത് തെറ്റാണ്, അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരുത്താറുണ്ട്. പക്ഷെ ഗൈഡ് ഒരിക്കലും അങ്ങനെ അത് ചെയ്യണ്ട കേട്ടോ, ഇത് ചെയ്യണ്ട കേട്ടോ, അങ്ങനെ നമ്മൾ തിരുത്തിയിട്ടില്ല. പക്ഷേ ഗൈഡിൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര ഫാസ്റ്റാണ് താനും, ജേണി ഭയങ്കര ഫാസ്റ്റാണ്, പക്ഷേ എക്സ്പീരിയൻസസ് ഭയങ്കര കൂടുതലാണ്. ഈ കണക്ട് ചെയ്യാത്തൊരു സംഭവം ഞാൻ ചിന്തിച്ച് നോക്കുന്നുണ്ട്. അതായത് കുറേ ഇങ്ങനെ നടന്ന പോലെ തോന്നും, പക്ഷെ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റാണ് താനും. അതിൻ്റെ ഒരു ലോജിക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്? ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴായിരിക്കും നമ്മളോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കാം. ഇതിന് ഞാൻ വിളിക്കുക റിവേഴ്സ് എൻജിനീയറിംഗ് എന്നാണ്. അതെനിക്ക് ഭയങ്കര ബെനിഫിഷ്യലായിട്ടും തോന്നുന്നുണ്ട്. ശരിക്കും ഹുസ്നിപ്പോൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആണോ എന്ന് ആക്ച്വലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഞാൻ പറയാറുണ്ട്, ടീച്ചർ ഇൻഫോംസ്, മാസ്റ്റർ ട്രാൻസ്ഫോംസ്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത് അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആരെയും മാറ്റാൻ പറ്റൂല എന്നൊരു ബോധം നമുക്ക് വേണം. ഇപ്പോൾ ഹുസ്ന എൻ്റെ അടുത്ത് എത്തിയാലും ആരെത്തിയാലും നമുക്ക് ആരെയും മാറ്റാൻ വേണ്ടി പറ്റൂല, പക്ഷെ അതിനൊരു കാരണമാകാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധം ഉണ്ടാവാൻ പാടില്ല ഹുസ്നയെ മാറ്റിയിട്ടേ ഞാൻ അടങ്ങൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഈഗോ ആണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ എങ്ങനെയാണ് നമ്മൾ തൊടാന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്, സ്പർശിക്കാതെ സ്പർശിക്കുക എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ. അവിടെയാണ് നമ്മൾ ഈ എനർജിയുടെ തലം മനസ്സിലാക്കുന്നത്. നമ്മളിങ്ങനെ ഫിസിക്കലി സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ആബ്സെൻസിൽ, നോൺ ഫിസിക്കലിയാണ് എല്ലാവരും കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളെ പഠനങ്ങൾ അവിടെ നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വേ ഓഫ് ട്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും എൻ്റെ ഡിസൈപ്പിൾസിനെ, മെൻറ്റീസിനെയൊക്കെ അവർക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട്, കൺസിഡറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് എപ്പോഴും അവൈലബിൾ ആയിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആബ്സെൻസിൽ എങ്ങനെ നമുക്ക് നമ്മളെ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ രൂപങ്ങളില്ലാതെ, ഭാവങ്ങളില്ലാതെ, അതാണല്ലോ ആക്ച്വലി ഒരു ഡിവൈൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾ ആരും പഠിച്ചവനെ കണ്ടിട്ടില്ല, പക്ഷെ സ്റ്റിൽ ഹീസ് വിത്ത് മീ, ഹീസ് വിത്ത് അസ് എന്ന് പറയുമ്പം ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നൊരു കാര്യം, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് ആ ഒരു ഡിവൈൻ സ്രോതസ്സിൻ്റെ റിഫ്ലക്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക്, ആ ഒരു ലെയറിലേക്കുള്ള ബോധത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾക്ക് തിരുത്തി കൊടുക്കാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ചില അബദ്ധങ്ങൾ പറ്റണം, നമുക്ക് ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവണം. ആ മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോൾ അത് നേരിട്ട് വന്ന് തിരുത്താതെ തന്നെ ആക്ച്വലി ആ മിസ്റ്റേക്കുകളിലൂടെ കടന്നു പോയാൽ നമുക്ക് കിട്ടേണ്ട ചില വിസ്റ്റംസ് ഉണ്ട്, അതിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയിട്ടുള്ള വലിയൊരു പാടാണ്, നമ്മൾക്ക് ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റും. ആ പറ്റുന്ന സമയത്ത് ജഡ്ജ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരിക്കും. എന്നൊരു റിയൽ മാസ്റ്ററിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ മിസ്റ്റേക്കുകൾ കൂടി സംഭവിക്കാനുള്ള സ്പേസ് തന്നിട്ട് അതിലൊരു ഓവർ ആങ്ഷ്യസ് ആയിട്ട് അങ്ങനെ തെറ്റ് പറ്റരുതേ, അങ്ങനെ മിസ്റ്റേക്ക് പറ്റരുതേ, അങ്ങനെ ഫെയിലർ വരരുതേ എന്ന് കരുതിയിട്ടുള്ള ഒരു ഓവർ കെയർ ഉണ്ടല്ലോ, ആ ഓവർ കെയർ കൊടുക്കാത്ത സ്പേസിൽ വെച്ചിട്ട് വേണം നമ്മൾ വളർത്തിയെടുക്കാൻ എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥമായിട്ടുള്ളൊരു ഗൈഡഡ് ട്രെയിനിങ്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്പേസ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി നോക്കും. കാരണം എനിക്കങ്ങനെ സ്പേസ് കിട്ടുന്നിടത്തു നിന്നാണ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും മിസ്റ്റേക്കുകൾ പറ്റാതെ, ഫെയിലർ ഇല്ലാണ്ട് ആരും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫോർ മൈ മെൻറ്റീസ് നമുക്കറിയാം, അപ്പം അതൊരു ഹാർട്ട് ആൻഡ് ഹാർട്ട് കണക്ഷനാണ്. ദർ ആർ സർട്ടൻ തിങ്സ് വി കനോട്ട്, നമുക്ക് പറയാൻ പറ്റാത്ത. ഇപ്പോൾ നമ്മളെ ട്രെയിനിങ്സിലൂടെ പോയവരൊക്കെ പറയാറുണ്ട്, എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തെന്ന് പറയുമ്പോൾ ദർ ഇസ് സം റെലം വേർ പറയാൻ പറ്റാത്ത, വിവരിക്കാൻ പറ്റാത്ത, എന്നാൽ അനുഭവിച്ച് മാത്രം അറിയാൻ പറ്റുന്ന, അതിനെയാണ് നമ്മൾ എനർജി എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത്, ദ റെലം ഓഫ് എനർജി എന്ന് പറയുന്നത്. ആ ഒരു മോഡിലാണ് നാച്ചുറലി ഞാൻ ഒരു പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് പാത്താണോ ചൂസ് ചെയ്യണത് അതിലൂടെ തന്നെ ആയിരിക്കുമല്ലോ നമ്മളിലൂടെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ള എക്സ്പീരിയൻസ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഇതിൽ കണക്ട് ചെയ്തിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഗൈഡിൻ്റെ അടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം ഫ്രീഡം എന്നുള്ളൊരു വേർഡായിരുന്നു. അതായത് ഭയങ്കര ഫ്രീഡമായിരുന്നു. അതായത് എന്ത് പറയാനും, നമുക്ക് ഈവൻ നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും നമ്മൾ റിജിഡ് ആക്കാത്ത വിധത്തിലേക്ക് എല്ലാത്തിനെയും ഫ്രീ വില്ലിൽ നമുക്കിങ്ങനെ അനുഭവിക്കാനും ചിന്തിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് തേടാനും, പറയാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാനും അത് അനുഭവിക്കാനൊക്കെ ഉള്ളൊരു സംഭവം ഗൈഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളതായിരുന്നു. ആൻഡ് ഇവിടത്തേക്ക് വരുന്ന സമയത്ത് ഗൈഡിനെ കാണുന്ന സമയത്ത് എൻ്റെ കുറേ ആഗ്രഹങ്ങൾ അതെങ്ങനെ നേടാം എന്നുള്ളൊരു തേട്ടത്തിൻ്റെ പുറത്താണ് ഞാൻ ഗൈഡിൻ്റെ അടുത്തേക്ക് എത്തിയത്.
പക്ഷേ ഇവിടെ ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും ഗൈഡിൻ്റെ അടുത്തേക്ക് എത്തിയാൽ പിന്നെ ആവുന്നൊരു പോയിന്റ് എൻ്റെ നേട്ടം അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നുള്ളതിനേക്കാളും കൂടുതൽ എന്നിലൂടെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഗൈഡിനെ മീറ്റ് ചെയ്തതിന് ശേഷമാണ്. എല്ലാ മനുഷ്യരും ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരാണോ, അത് ഏതെങ്കിലും മനുഷ്യൻ അറിയാതെ പെട്ടുപോകുന്നുണ്ടോ? ചില ചോദ്യങ്ങൾ കുറച്ചുണ്ടാവുള്ളൂ, അതിൻ്റെ ആൻസർ കുറേ പേപ്പർ എഴുതാനുണ്ടാവുമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഒന്ന് ഗൈഡഡ് ട്രെയിനിങ്സ് അല്ലെങ്കിൽ ഗൈഡഡ് ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുക, ഈ ഒരു കോച്ചിങ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറയുമ്പം ഞാൻ പറഞ്ഞത് അത് വേറൊരു റെലമിലാണ് അത് നടക്കുന്നത്, അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേറെയാണ്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഹുസ്ന പറഞ്ഞു വളരെ ഫ്രീഡം തരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പം ആക്ച്വലി ഇവിടെ ഓരോ കുട്ടിയും ജെൻസി ചെയ്യണത് ഫുൾ ഫ്രീഡത്തിലാണ്. വി നോ ദാറ്റ്. ആ ഫ്രീഡത്തിൻ്റെ അവസ്ഥയിലാണ് ആ കുട്ടിയെ പരിശുദ്ധമായ അവസ്ഥയിൽ എന്ന് പറയുന്നത്. നമ്മളെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിൽ നമ്മളെല്ലാവരും ഫ്രീ ആണ് ആക്ച്വലി. അപ്പോൾ ഈവൻ ഓരോരുത്തർ ഇവിടെ എന്തിനു വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ദൗത്യമുണ്ട്, അതിൻ്റേതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. പക്ഷേ ആ പർപ്പസിലേക്ക് ഒരാൾ എത്തുന്നതോട് കൂടിയിട്ട് അവരവരുടെ പരിപൂർണ്ണ ഫ്രീഡം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. ഈ ഫ്രീഡം കണ്ടെത്താന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒഴിവാക്കിയിട്ട്, നമ്മുടെ ഡ്യൂട്ടീസ് ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ ഫ്രീഡം ക്ലെയിം ചെയ്യുന്നു, ഞാനിനി ഞാനായി ജീവിക്കാൻ തീരുമാനിക്കുന്നുള്ള ഒരു പ്രതിഷേധമല്ല. ഞാൻ എൻ്റെ ഫ്രീഡം കണ്ടെത്തുന്നതോട് കൂടിയിട്ട് തന്നെ എൻ്റെ കൂടെ കൂടുന്നവർക്കൊക്കെ ഫ്രീഡം കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു പർപ്പസായിട്ട് ഇറങ്ങുമ്പം ഹുസ്നക്ക് അവിടെ ഒരു ഫ്രീഡം കിട്ടണം. അപ്പോൾ ഹുസ്ന പറഞ്ഞു, ഹുസ്നക്കും അതുപോലെ പല ആൾക്കാർക്കും ഇവിടെ ഭയങ്കര ഫ്രീഡം കിട്ടണമെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞാൻ കണ്ടെത്തുന്ന ഫ്രീഡം, ഞാൻ കണ്ടെത്തുന്ന സന്തോഷം മറ്റുള്ളവർ കൂടി സന്തോഷിക്കാൻ ഉതകുന്ന ഒന്നായിട്ട് മാറുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ജനിച്ച് വീണ എല്ലാവർക്കുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരാവുക എന്നുള്ളത് തന്നെയാണ്. ആ സ്വതന്ത്രരാകുന്ന വഴിക്ക് പോകുമ്പോൾ കുറച്ച് നിയമങ്ങൾ വേണം. അതാണ് ഡിവൈൻ റൂൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സ്വാതന്ത്ര്യമില്ലാതെ എന്താ പറയുക റൂൾസ് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാകുമ്പോൾ ഞാനൊരു കഥ പറയാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട വേലി ഉദ്യാനത്തെ കാക്കാനുള്ളതാണ്. അപ്പോൾ ഉദ്യാനത്തിനെ കാക്കാൻ വേണ്ടിയിട്ട് വേലി കെട്ടി വെച്ചിട്ട് വേലി കാക്കൽ മാത്രമാണ് ദൗത്യം എന്ന് ചിന്തിക്കുമ്പം ആളുകൾക്ക് ലൈഫ് ഭയങ്കര സഫറിങ് ആയിട്ട് മാറും. എവിടേക്കെയോ നമ്മളുടെ ഫ്രീഡത്തിലേക്ക് എത്താനുള്ള, സമാധാനത്തിലേക്ക് എത്താനുള്ള അന്വേഷണത്തിനിടയിൽ അതിന് ആവശ്യമാകുന്ന ചില വേലികളെ അതുമാത്രം സംരക്ഷിക്കലാണ് ജീവിതം എന്ന് ചിന്തിച്ചു പോയോടത്താണ് പല ആൾക്കാർ അവരുടെ ദൗത്യം കണ്ടെത്താണ്ട് പോണതും ഒന്നല്ലാണ്ടായി പോണതും. എന്നാൽ ആ വേലി കാത്തു സൂക്ഷിക്കുന്നത് എന്തിനെ സംരക്ഷിക്കാനാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒന്ന് ആസ്വദിക്കാൻ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അവരുടെ ദൗത്യം കണ്ടെത്താൻ പറ്റും. ഇവിടെ ജനിച്ചു വീണ ഓരോ കുഞ്ഞുങ്ങൾക്കും ദൗത്യം ഉണ്ട് എന്നുള്ളതാണ്. അതിലൊരു കാര്യം ഉറപ്പാണ്, സ്വയം സ്വതന്ത്രരാവുക, മറ്റുള്ളവരെ സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദൈവവിശ്വാസിയെ പോലും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ദൈവത്തെ അന്വേഷിച്ച് പോകുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് അടുക്കും തോറും എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഫീൽ ചെയ്യാം, എനിക്ക് അടിമത്വം എല്ലാം ഫീൽ ചെയ്യാം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ശരിക്കും വിപരീത തലത്തിലാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ഞാൻ എത്രത്തോളം സ്നേഹത്തിൽ എത്തിച്ചേരുന്നു അത്രത്തോളം മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ അടിമയായതുപോലെയായിരിക്കും. കാരണം സ്നേഹം എന്ന സ്വാതന്ത്ര്യം ഞാൻ എവിടെയോ അതിൻ്റെ സ്രോതസ്സിലേക്കൊരു അടിമത്വം പുൽകുന്നത് പോലെ മറ്റുള്ളവർക്ക് തോന്നും. പക്ഷേ ഈ അടിമത്വം മാത്രമാണ് ജീവിതം എന്ന് ചിന്തിക്കുന്നിടത്ത് വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് പലരും അവരുടെ ദൗത്യം കണ്ടെത്താതെ പോകുന്നത്. ഇപ്പോൾ മൈ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മളിലെ സ്വാതന്ത്ര്യത്തെ കണ്ടെത്താം. നമ്മളിലെ സ്വാതന്ത്ര്യത്തെ കണ്ടെത്തുമ്പോൾ നമ്മളിലെ ദൈവികതയെ നമ്മൾ കണ്ടെത്തും. ദൈവം നമ്മളെ സ്വതന്ത്രനാക്കി തരും എന്നുള്ളതാണ്. ആ വഴിയെ നമ്മൾ പോകുന്ന സമയത്ത് ചുറ്റുള്ള ഒരുപാട് പേർക്ക് നമ്മൾ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടായിരിക്കും. സന്തോഷിക്കാനുള്ള, സമാധാനിക്കാനുള്ള, ജീവിതം ആഘോഷമാക്കി മാറ്റാനുള്ള, ആസ്വാദ്യകരമാക്കി മാറ്റാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. എത്ര വലിയ കൂട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും ആ കൂട്ടിനകത്തെ ജീവിതം പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാകുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ്. ആ തലത്തിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രഹസ്യം, അതിൻ്റെ ഒരു എസൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ലൈഫിൻ്റെ സീക്രട്ട് കണ്ടെത്താൻ പറ്റും. ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് പോലും അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ ദൗത്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ ദൗത്യം എന്ന് പറഞ്ഞാൽ, പർപ്പസ് എന്ന് പറഞ്ഞാൽ വലിയ ഡ്രീം സെറ്റ് ചെയ്ത് ഗോൾ സെറ്റ് ചെയ്ത് അത് കണ്ടെത്തൽ മാത്രമല്ല, ഞാൻ ഒരിടത്ത് ഞാനായിട്ടിരിക്കുക, ആ ഇരിക്കുന്ന സമയത്ത് ആ ഇരുത്തം കൊണ്ട് ആ സറൗണ്ടിങ്സിന് എന്തൊക്കെയോ ഗുണങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കാം, അതുപോലും നമ്മുടെ ദൗത്യത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണല്ലോ. അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എല്ലാവർക്കും ദൗത്യമുണ്ട്, വെറുതെ ആരും ഈ ഭൂമിയിലേക്ക് വരുന്നില്ല. ഗൈഡ് ഇത് പറഞ്ഞത് വെച്ചിട്ട് നോക്കുമ്പോൾ ഗൈഡ് പറയുന്ന ഒരു കാര്യം ഓർമ്മയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ഒന്നും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവരുടെ ഒരു നിശബ്ദമായിട്ടുള്ള പ്രാർത്ഥനേൻ്റെ റിസൾട്ട് ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ എന്നുള്ളത്. അതുമായിട്ടൊന്ന് കണക്റ്റായി പോവാണ്. പിന്നെ ഇതിൽ സ്നേഹത്തിനെ പറ്റി പറഞ്ഞു. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ സാർവലൗകികമായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് സ്നേഹമാണെന്നുള്ളത്. അതേ ആൽക്കമിസ്റ്റിൽ ഒരു ആൽക്കമി എന്നുള്ളതിനെ പറ്റിയിട്ടും ആൽക്കമീൻ്റെ സീക്രട്ടിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഗൈഡ് ഒരുപാട് ഗൈഡ് ടോക്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗൈഡിൻ്റെ ഒരു സംസാരത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പിടുത്തം തരാത്തൊരു സംസാരം. എന്തായാലും എൻ്റെ ക്വസ്റ്റ്യന്, ഗൈഡ് ഒരു ആൽക്കമി ആണോ
ഗൈഡ് ഒരു ആൽക്കമിസ്റ്റ് ആണോ, ഗൈഡിനൊരു ആൽക്കമിസ്റ്റ് ഉണ്ടോ? എനിക്കൊന്ന് നമ്മളെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നെ ഹുസ്ന ആൽക്കമിസ്റ്റിനെ കോട്ട് ചെയ്തിട്ട്. പിന്നെ ഞാനും ആൽക്കമിസ്റ്റും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഇൻ ദ സെൻസ് നമ്മൾ ചിലതാണ് നമുക്ക് ചില ഡോസ് ഓപ്പൺ ചെയ്തുതരാം. അപ്പോൾ ആൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ട്രെയിനർ ആവുക, ഒരു കോച്ച് ആവുക, ഈ ഗൈഡഡ് റോള് വരാമെന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഞാനിപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു അന്വേഷണമാണ്. പക്ഷേ ഈ ജീവിതയാത്രയിൽ എന്താണ് ഇതിൻ്റെ ഇതിനൊക്കെ പിറകിലൊരു രഹസ്യം ഉണ്ടല്ലോ. എല്ലാ മനുഷ്യർക്കുള്ളിൽ ആ തോട്ട് വരും. കുഞ്ഞുനാൾ മുതലേ കുട്ടികൾ രക്ഷിതാക്കളോട് ചോദിക്കല്, ഉമ്മ അതെന്താ ഇങ്ങനെ, ഉപ്പ ഇതെന്താ ഇങ്ങനെ. ഈ ചോദ്യങ്ങൾക്കുള്ളിൽ തന്നെ പ്രപഞ്ചത്തിൻ്റെ പിറകിലെ രഹസ്യത്തിലേക്ക് അവരുടേതായ രീതിയിലുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചു തുടങ്ങുകയാണ്. ഇത് കേൾക്കുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി, ചെറിയ കുട്ടി കുഞ്ഞു കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്നു എന്ന് ചിന്തിക്കുന്നിടത്ത് ആ രക്ഷിതാവിന് നല്ലൊരു ആൽക്കമിസ്റ്റ് ആകാൻ പറ്റുന്നില്ല. ആ കുഞ്ഞിൻ്റെ ഉള്ളിലെ സാന്റിയാഗോനെ അവർ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത്, രഹസ്യങ്ങൾ അറിയാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് ചോദിക്കുന്ന ആൾ ഒരു സാന്റിയാഗോ ആണ് ആൽക്കമി തേടുന്നത്. നമ്മളൊക്കെ അത് അന്വേഷിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്തൊക്കെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരിക്കും ചിന്ത, ഇതെന്താ ഇങ്ങനെ. ഇനിയിപ്പോൾ ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ പോലും ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നം വന്നുകൊണ്ടിരിക്കണേ, അവരെന്താ എന്നെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഈ ചിന്തകൾക്കൊക്കെ ഒരു കോമൺ ലെയർ ഓഫ് പെർസെപ്ഷൻ ഉണ്ട്. അതിൻ്റെ മീതെ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ ചിന്തകളും ചോദ്യങ്ങളൊക്കെ നമ്മളെ രഹസ്യത്തിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോകുന്നത്. അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ആൽക്കമിസ്റ്റിനെ പോലെ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ് മൗലാന ജലാലുദ്ദീൻ റൂമി. റൂമി വിസ്ഡംസ് ഒരുപാട് ആളുകൾക്ക് എൻലൈറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൂമി പറയുന്നുണ്ട്, നിങ്ങളുടെ വേദനയ്ക്ക് ഉള്ളിൽ തന്നെയുണ്ട് അതിനുള്ള പരിഹാരം. അപ്പം നിങ്ങൾ വേദനയോടുകൂടി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളിലേക്കൊന്ന് കാതോർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അതിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ സെഷൻസിലൊക്കെ പറയാറുണ്ട്, നമ്മൾക്ക് ഇപ്പോൾ ചില ക്ലാരിറ്റി കിട്ടിയ കാര്യങ്ങൾ, ഇപ്പോൾ ഹുസ്നക്ക് ഇപ്പോഴുള്ള ക്ലാരിറ്റിയെ പറ്റിയിട്ട് മോളെ കുറച്ച് മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് നമ്മൾ പിറകോട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ എന്താ ഇങ്ങനെ, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. പക്ഷേ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ജീവിതാനുഭവങ്ങളായിട്ട് വരുമ്പോൾ പിറകോട്ട് നോക്കുമ്പോൾ നമ്മൾ പറയും അതൊക്കെ നടന്നത് നന്നായി. അത് നടന്നുകൊണ്ടിരിക്കുമ്പം നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷനായിരുന്നു. അത് പാസ് ചെയ്ത് കഴിഞ്ഞ് ലൈഫ് എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞിട്ട് അതിലുള്ള ബ്രില്യൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ സെയിം സിറ്റുവേഷനെ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആൽക്കമി അല്ലെങ്കിൽ ആൽക്കമിസ്റ്റ് എന്നൊരു ടേം എന്നെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ പല രീതിയിൽ പല കാലഘട്ടത്തിൽ ഈ ആൽക്കമി എന്നുള്ള കോൺസെപ്റ്റിനെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ സൈക്കോളജിക്കൽ രീതിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാൾ യൂങ്ങിനെ പോലുള്ളവരൊക്കെ ആൽക്കമിയെ വേറൊരു തലത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഐസക് ന്യൂട്ടനെ പോലുള്ളവർ പോലും ആൽക്കമിയെ ഒരു ലബോറട്ടറി പരീക്ഷണത്തിന് വിധേയമാക്കുമാറ് തന്നെ കെമിക്കലി തന്നെ അതിനെ പരിശീലനം നടത്തിയിട്ടുണ്ട് എന്നുള്ള ചില സോഴ്സുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ കുറേ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, സ്പിരിച്വൽ സീക്രട്സ് അറിയുന്ന ആൾക്കാർ ആത്മസംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ആൽക്കമി പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കുള്ള ആൽക്കമി എന്ന് പറഞ്ഞാൽ ഇന്നർ ക്ലെൻസിങ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഞാനിതിനെ കൺക്ലൂഡ് ചെയ്യണത് യൂങ്ങിൻ്റെ തന്നെ ഒരു ഫൈൻഡിങ്സ് ഉണ്ട്, ഒരു കോട്ടുണ്ട്. യൂങ് പറയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആൽക്കമി എന്ന് പറഞ്ഞാൽ താഴ്ന്ന ലോഹത്തെ സ്വർണ്ണമാക്കി മാറ്റലാണല്ലോ ആൽക്കമി. അപ്പം ചിലർക്ക് സ്വർണം കിട്ടുമെന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരിക്കും അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ സ്വർണം ലക്ഷ്യം വെച്ച് ഇറങ്ങിയവർക്കൊന്നും ആൽക്കമി കിട്ടിയിട്ടില്ല. എന്നാൽ അതിനെ യൂങ് പറയുന്നത് ഈ താഴ്ന്ന ലോഹത്തെ സ്വർണ്ണമാക്കി മാറ്റുന്ന പ്രക്രിയയെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ തന്നെ ലോവർ സെൽഫിനെ പ്യൂരിഫൈ ചെയ്ത് ഹയർ സെൽഫിലേക്ക് എത്തിക്കുക എന്നുള്ള. ഏതാണ് ആ ഹയർ സെൽഫ് എന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്ന സമയത്തുള്ള ശുദ്ധമായ അവസ്ഥ. അപ്പോൾ നമ്മൾ ആൽക്കമിയും കൊണ്ട് അവിടെ ജനിച്ച് വീണത്, നമ്മളെ മാജിക്കും കൊണ്ട് ഈ ലോകത്തേക്ക് ജനിച്ച് വീണത്, അത് ഏതോ ഘട്ടത്തിൽ നമുക്ക് നഷ്ടമായി. അത് തിരിച്ച് കണ്ടെത്താനുള്ള ഒരു പ്രൊസീജിയർ മാത്രമേ അതിലേക്ക് നടക്കേണ്ടതായിട്ടുള്ളൂ. പല ആൾക്കാർക്കും എവിടെ ഒളിപ്പിച്ച് വെച്ച രഹസ്യത്തെ നമ്മൾ ഫൈൻഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. നമ്മളിൽ തന്നെയുള്ള നമ്മളായിരുന്ന ശുദ്ധമായ അവസ്ഥയെ റീഗെയിൻ ചെയ്യാന്നുള്ള. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുന്നതിലൂടെയും ഒരു കുഞ്ഞിൻ്റെ ബോധം എപ്പോഴും, ഒരു ചൈൽഡിഷ്നെസ് എപ്പോഴും നിലനിർത്തുന്നതിലൂടെയും നമുക്ക് ആൽക്കമി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ചേർത്തിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് റൂമി പറയുന്ന ലേണിങ്ങിനെ നമുക്ക് പറയാം. അൺലേണിംഗ് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ലേണിംഗ്. ഇപ്പം ഞാൻ ഹുസ്നക്കൊക്കെ പഠിപ്പിച്ച് തന്നത് എന്താണ്, മറ്റുള്ളവർക്ക് പഠിപ്പിക്കേണ്ടത് എന്താ വെച്ചാൽ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയല്ല. ഇപ്പം ഹുസ്നക്കൊക്കെ അറിയാം, നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അറിയുന്ന കാര്യങ്ങളെ എങ്ങനെയായിരുന്നു അറിയേണ്ടത് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അറിഞ്ഞതിനെ തന്നെ ഒന്ന് കുറച്ചെടുത്ത് കളയേണ്ടി വരും. എന്നിട്ട് ഒന്നുകൂടി റീലേൺ ചെയ്ത് അവിടെ എടുത്ത് വെക്കേണ്ടി വരും. അതാണ് റൂമി പറഞ്ഞത് അൺലേണിംഗ് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ലേണിംഗ്. അപ്പോൾ ആൽക്കമിയുടെ ജേണി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർന്നതാണ്.
പല വഴികളിലൂടെ ആളുകൾ പല പേരുകളിട്ടിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ വഴികളൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പോയി നോക്കുമ്പോൾ എനിക്ക് ആൽക്കെമി കണ്ടെത്തുക എന്നതിനപ്പുറത്തേക്ക് ആ സീക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു രസമുണ്ട്. ഈ പോയിന്റിൽ എനിക്കിത് കിട്ടണം, അങ്ങനൊരു എൻഡ് ഗോൾ ഞാൻ വെച്ചിട്ടേ ഇല്ല. കാരണം അതിനൊരു എൻഡ് ഇല്ല. ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. അത് ജീവിതാവസാനം വരെയുള്ള അന്വേഷണമാണ്. അതിനെ തന്നെയാണ് ശരിക്കും മരണം വരെ പഠിക്കണം എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത്. അതായത് അത് അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹരമുണ്ട്. അതിൻ്റെ രഹസ്യങ്ങൾ ഇങ്ങനെ തേടി ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടോ നോക്കാം. അതായിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ എവിടേക്കോ ആർക്കൊക്കെ ഒരു കോച്ചായി മാറുന്നുണ്ടാവാം, ഒരു മെൻറ്ററായി മാറുന്നുണ്ടാവാം, ഒരു ട്രെയിനറായി മാറുന്നുണ്ടാവാം, ഒരു ഗൈഡായി മാറുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ അതിലൊന്നും ആയിരിക്കില്ല ശ്രദ്ധിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മുടെ യാത്രയെ തന്നെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഇപ്പോൾ എന്നോട് എൻ്റെ അൾട്ടിമേറ്റ് ഗോളൊക്കെ ആയിട്ട് പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഗോള് എന്നൊക്കെ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഞാൻ എന്നെ മനസ്സിലാക്കുന്ന ഒരു രീതി, ഇപ്പോഴുള്ള ഈ എന്താ പറയുക കുറേ ശിഷ്യ സമ്പത്തും കുറേ അച്ചീവ്മെൻറ്റുകളും ഇതൊക്കെ പോയി കഴിഞ്ഞാലും ഞാൻ ഹാപ്പി ആയിരിക്കും. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഹാപ്പി ആയിരിക്കും. ബിക്കോസ് ഞാൻ ഈ ശിഷ്യരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഗോൾ സെറ്റ് ചെയ്ത് ഇറങ്ങിയതല്ല. ഐ വാസ് ഇൻ എൻ എൻക്വയറി. ഇതെന്താണെന്ന് അറിയാനുള്ള ആസ്വാദനത്തിൽ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ വന്ന് ചേർന്നതാണ് ഹുസ്നയും മറ്റുള്ളവരൊക്കെ. അപ്പോൾ അത്രയേ അതിനെല്ലാത്തിനും ഒരു വാലിഡിറ്റി നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ കാണുമ്പോൾ ആ ബന്ധങ്ങൾക്ക് ഭയങ്കര മധുരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളെ നഷ്ടപ്പെടുത്താതെ, നമ്മുടെ സ്വത്വത്തെ നഷ്ടപ്പെടുത്താതെ എന്താണ് ഇതിലേക്കൊക്കെ നമ്മളെ നയിച്ചത് അത് നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ. വേർ യു സ്റ്റാർട്ടഡ്, വൈ യു സ്റ്റാർട്ടഡ്. അപ്പോൾ ആൽക്കെമിസ്റ്റ് പുസ്തകത്തിൽ കിട്ടിയ ചില ചിന്തകളാണ് ഇങ്ങനെ അന്വേഷിച്ചിറങ്ങാൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ അതിൽ കുറേ കോച്ചസിനെ കാണാൻ പറ്റുന്നുണ്ട്. ആൽക്കെമിസ്റ്റുകളെ പോലെ ഒരുപാട് മെൻറ്റേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ സ്പിരിച്വൽ മാസ്റ്റേഴ്സ്, പല ഭാഗങ്ങളിലുള്ള സ്പിരിച്വൽ മാസ്റ്റേഴ്സിനായിട്ട് സംവദിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും പല തലത്തിലുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഹുസ്നക്കറിയാം, എല്ലാ തരം ആൾക്കാർക്കും വരാം. ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ കംസ് ചെയ്യുക. പ്രൊഫഷണൽസ് വരുന്നു, വീട്ടമ്മമാർ വരുന്നു, മാസ്റ്ററി ലെവലിലുള്ള ആൾക്കാർ വരുന്നു, കോച്ചസ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആൾക്കാർ വരുന്നു, വലിയ വലിയ ഓൺട്രപ്രണേഴ്സ് വരുന്നു, കുട്ടികൾ വരുന്നു, ഗ്രാൻഡ് പാരൻസ് വരുന്നു. വൈ ഓൾ പീപ്പിൾ ആർ കമ്മിങ്? ഇതിനെല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിലാണ് റൂമി പറഞ്ഞത് ഐ സ്റ്റാൻഡ് ഫോർ യൂണിറ്റി. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു റൂമിയുടെ വിസ്ഡം എന്നാണ്. ഇതൊക്കെ ആൽക്കെമിയാണ്. അവിടെയൊക്കെ സംഭവിക്കുന്നതിൽ നമ്മളെ തേടി പല കോണുകളിലുള്ള ആൾക്കാർ വരണമെങ്കിൽ അവർക്ക് നമ്മളിലെ കോച്ചിനെ കണ്ടിട്ടല്ല അവർ വരാം. കോച്ചിനെ കണ്ടു വരുന്നവർ കോച്ചിൻ്റെ ട്രെയിനിങ് വേണ്ടിയവർ മാത്രമേ വരുള്ളൂ. അതിനപ്പുറത്തേക്ക് പല മേഖലകളിലവർ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അവർ ആക്ച്വലി നമ്മളിൽ എവിടെയെങ്കിലും അവർക്ക് സ്പേസ് കിട്ടുന്ന, ഈ ഫ്രീഡം കിട്ടുന്ന ഒരു കുഞ്ഞിനെയോ ഒരു മനുഷ്യനെയോ കാണണം. അപ്പോൾ മാത്രമേ അത് സംഭവിക്കുള്ളൂ. ഇതൊക്കെ തന്നെയാണ് ആൽക്കെമി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗൈഡിന് ചോദ്യം കിട്ടാത്ത പ്രശ്നമേ ഉള്ളൂ അല്ലേ? സത്യം പറഞ്ഞാൽ എല്ലാ ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള. ഓക്കെ, ഇതിൽ ഒരു ചെറിയൊരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ആൻസർ വേണമായിരുന്നു. സാന്റിയാഗോയും ആൽക്കെമിസ്റ്റും ആൽക്കെമിയലും ഒന്നാണ് എന്നുള്ളൊരു കൺക്ലൂഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം ഈ ആൽക്കെമിസ്റ്റ് ഒരു സ്റ്റോറിയാണ്. പക്ഷേ സ്റ്റോറിയിലൂടെ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ വേഗം കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് സ്റ്റോറിക്ക് അത്ര ഇമ്പോർട്ടൻസ്, ഇമ്പാക്റ്റ്. നമ്മൾ വേദഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയാൽ അതിലിഷ്ടം പോലെ പഠിച്ചോന് ദൈവം സൃഷ്ടാവ് എന്തിനാണ് വേദത്തിൽ കുറേ കഥകൾ പറയുന്നത്. കാരണം കഥകളിലൂടെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്. അപ്പോൾ ഈ ആൽക്കെമിസ്റ്റും സാന്റിയാഗോ ഒക്കെ പറഞ്ഞത് ഓരോരോ മെറ്റഫറുകളാണ്. ഇതിന് ഞാനൊരു റിയൽ ലൈഫിലേക്ക് എടുത്ത് ഹിസ്റ്ററി നോക്കുമ്പോൾ എനിക്കിതിന് വളരെ മാച്ചിങ് ആയിട്ട് തോന്നിയ ഒരു കണക്ഷനാണ് ജലാലുദ്ദീൻ റൂമിയും അദ്ദേഹത്തിൻ്റെ ഗുരു ഷംസ് തെബ്രീസിയും തമ്മിലുള്ള ഒരു കണക്ഷൻ. അപ്പോൾ ആക്ച്വലി ഷംസ് തെബ്രീസി ഗുരുവായിട്ട് ആൽക്കെമിസ്റ്റായിട്ട് റൂമിയുടെ ലൈഫിൽ പ്രത്യക്ഷപ്പെടുന്നു. റൂമി അതുവരെ മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങൾക്കും അപ്പുറത്തായിരുന്നു തെബ്രീസിയുടെ ട്രെയിനിങ്. അതോടുകൂടി റൂമി തൻ്റെ എന്താ പറയുക അക്കാഡമിക്കലി എടുത്ത എല്ലാ വിസ്ഡംസും സറണ്ടർ ചെയ്തിട്ട് കാലി കപ്പായിട്ട് വരാൻ വേണ്ടി പറയുന്നു. ഈ ട്രെയിനിങ്ങിലൂടെ ഒക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഷംസ് തെബ്രീസി അപ്രത്യക്ഷനാവുന്നു അല്ലേ. അതോടുകൂടി തെബ്രീസി ഇല്ല. ആൽക്കെമിസ്റ്റ് സ്റ്റോറിയിൽ ആൽക്കെമിസ്റ്റ് ഒരു വഴിക്ക് വെച്ച് പോകുന്നു, പിന്നെ ആൽക്കെമിസ്റ്റ് ഇല്ല. അപ്പം അവരെന്തുകൊണ്ട് അപ്രത്യക്ഷനായി വാനിഷായി തുടങ്ങിയാൽ ഒരു ഘട്ടം വരെ മാത്രമാണ് തെബ്രീസി പുറത്തുണ്ടാകേണ്ടത്. കുറച്ച് കഴിഞ്ഞപ്പം റൂമി തന്നെ തിരിച്ചറിയാണ് തെബ്രീസി എവിടെ എന്ന് അന്വേഷിക്കുന്ന ഒരു വേദനയുണ്ട്. ആ വേദനയിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് റൂമിക്കുള്ളിൽ നിന്നും വിസ്ഡം വരുന്നത്. ആ വൂണ്ട് ഈസ് ദ പ്ലേസ് വെർ ദ ലൈറ്റ് ആൻഡ് ഡസ്റ്റ് എന്ന് പറഞ്ഞ മുറിവുണ്ടായിട്ട് ആ മുറിവിൽ നിന്നും, ആ അന്വേഷണത്തിൽ നിന്നും, ആ ഒരു പെയിനിൽ നിന്നും വിസ്ഡം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റൂമി റിയലൈസ് ചെയ്യുന്നുണ്ട് തെബ്രീസി ഇനി പുറത്തല്ല, അകത്താണ്. ഇപ്പം ഞാനും തെബ്രീസിയും ഒന്നായിരിക്കുന്നു എന്നുള്ളത്. റൂമി പങ്കുവെച്ച കവിതകളൊക്കെ സ്നേഹത്തിൻ്റെ കവിതകളാണ്. അപ്പോൾ റൂമിക്കുള്ളിൽ നിന്നാണ് സ്നേഹം വരുന്നത്. തെബ്രീസിയും റൂമിയും ഒന്നായപ്പോൾ അവിടെ സ്നേഹം നിർഗളിച്ചു. വേണമെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം, സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്നേഹത്തിന് വരിയായിട്ട് വരാൻ വേണ്ടിയിട്ട് റൂമിയും തെബ്രീസിയൊക്കെ സ്നേഹത്തിൻ്റെ ഓരോരോ കഷ്ണങ്ങളായിട്ട് വിവിധ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ മാറി നടക്കായിരുന്നു. അവർ ഒന്നിക്കുന്നു. അപ്പോൾ സ്നേഹവും
അതുപോലെ തന്നെ തെബ്രീസിയും റൂമിയും ഒക്കെ ഒന്ന് തന്നെ. നമ്മളൊരാളെ സ്നേഹിച്ച് നമ്മളും അവരും ഒന്നാകുന്ന ഒരവസ്ഥയിലെത്തിയാൽ നമ്മൾ പറയില്ലേ നീ സ്നേഹമാകുന്നു എന്നാണല്ലോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നീയാണ് എൻ്റെ സ്നേഹം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ട്. ദൈവമേ എനിക്ക് നിന്നെ സ്നേഹിക്കണം പറഞ്ഞു ഒരു പോയിന്റിലെത്തുമ്പോൾ ദൈവമേ നീ സ്നേഹമാകുന്നു എന്ന് പറഞ്ഞൊരവസ്ഥയിലെത്തുമ്പം ദൈവത്തിനെയും സ്നേഹത്തെയും വേർതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒന്നിക്കുന്നൊരു പോയിന്റ്, അതിനാണ് നമ്മൾ വണ്ണസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തെബ്രീസി തന്നെ റൂമിയോട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചം മുഴുവൻ നിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ തെബ്രീസിയും നിൻ്റെ ഉള്ളിലുണ്ട്, ഈ പ്രപഞ്ചത്തിലുള്ള സകലതും നിൻ്റെ ഉള്ളിലുണ്ട്. നിൻ്റെ ഉള്ളിൽ നിന്നും അത് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ചില ഏജൻറ്റുകൾ, എക്സ്റ്റേണൽ ഏജൻറ്റുകൾ മാത്രമാണ് നീ പുറത്ത് കാണുന്ന തെബ്രീസിയും നീ പുറത്ത് കാണുന്ന ആളുകളും ജീവിതാനുഭവങ്ങളൊക്കെ തന്നെ എല്ലാം നിൻ്റെ അകത്താണെന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. സാന്റിയാഗോ വേറെയല്ല, ആൽക്കെമിസ്റ്റ് വേറെയല്ല എന്നുള്ളതാണ്. ഇപ്പം റൂമിക്ക് തെബിരീസി പ്രകാശമായിട്ട് സൂര്യനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ സൂര്യൻ്റെ വെളിച്ചമേൽക്കുന്ന ഒരു കമറായിട്ട് ചന്ദ്രനായിട്ട് നമുക്ക് റൂമിയെ കാണാം. എന്നാൽ അതേസമയം റൂമിയുടെ ശിഷ്യന്മാർക്ക് തെബ്രീസി ആയിരുന്നു, ഷംസ് ആയിരുന്നു, സൂര്യനായിരുന്നു. അപ്പോൾ ആ സമയത്ത് റൂമിയുടെ ശിഷ്യന്മാരിരിക്കുന്നത് ചന്ദ്രനെ പോലെ റൂമിമാരായിട്ടാണ് ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റോളുകൾ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് തന്നെ നോക്കിയേ, സൂര്യന് ചുറ്റും നക്ഷത്രങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സൂര്യനാണ് ഇവർക്കൊക്കെ ആശാൻ, മൂത്ത ആൾ, ഗാർഡിയനായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇതേ സൂര്യൻ തന്നെ നമ്മളെ ഗാലക്സിയെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ സൂര്യന് അപ്പുറത്തേക്ക് നോക്കുമ്പം ഇവിടെ ഒരു കുട്ടിയെ പോലെ അല്ലെങ്കിൽ റൂമിയെ പോലെ ഒരു സാന്റിയാഗോ പോലെ മറ്റൊന്നിനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരിടത്ത് നമ്മൾ ഷംസ് ആണെങ്കിൽ മറ്റിടത്ത് നമ്മൾ റൂമിയാണ്. അപ്പോൾ ഷംസ് എന്തിനാണ് നമ്മുടെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ നീ റൂമിയായിരിക്കാം, പക്ഷേ മറ്റുള്ളവർക്ക് നീ ഷംസ് ആവേണ്ടവനാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഷംസ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് പറയാറുണ്ട്, നിങ്ങൾ എന്നിൽ കാണുന്ന ഭംഗി ആക്ച്വലി നിങ്ങളുടെ തന്നെ പ്രതിഫലനമാണ് എന്നുള്ള. എന്നിൽ എന്തെങ്കിലും നന്മ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വെളിച്ചം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ അതുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ മുന്നിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇത് അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് ഫോളോവറായിട്ട് മാറുക എന്നുള്ളതേ അല്ല ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു മാസ്റ്ററി പാത്ത് എന്ന് പറഞ്ഞാൽ. അതും തെബ്രീസി പറയുന്നുണ്ട്. ഒരു ട്രൂ ആയിട്ടുള്ള ടീച്ചറെ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ, ഒരു മെൻറ്ററെ ഞാൻ എങ്ങനെ കണ്ടെത്തുന്നു റൂമിയോട് ചോദിക്കുമ്പോൾ തെബ്രീസി പറഞ്ഞത്, ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെക്കാളും കൂടുതൽ ഫേക്ക് ആയിട്ടുള്ള ടീച്ചേഴ്സും മെൻറ്റേഴ്സും ഒക്കെ ഈ ലോകത്തിലുണ്ട്. അതിൽ നിനക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പം തെബ്രീസി പറയുന്നു, ഒരു ട്രൂ ആയിട്ടുള്ള മാസ്റ്റർ നിന്നെ പിന്തുടരാൻ, നിന്നെ ആസ്വദിക്കാൻ, നിന്നിലെ ഭംഗി കാണിച്ചു തന്നോടിക്കും. നീ എത്ര ഭംഗിയുള്ളവളാണ്, നീ എത്ര ഭംഗിയുള്ളവനാണ്, നിൻ്റെ ഉള്ളിൽ ആ ഭംഗി കാണിച്ചു തരുന്നവർക്ക് മാത്രമേ നിന്നിലേക്ക് മടങ്ങാൻ, നിന്നിലേക്ക് ഒതുങ്ങാൻ, നിന്നിൽ നിന്നും തന്നെ പുറത്തുള്ള ഭംഗി മൊത്തം കണ്ടെത്താൻ, പുറത്ത് നീ അഡ്മയർ ചെയ്യുന്നതിനൊക്കെ കണ്ടെത്താൻ ആരാണോ നിന്നെ സഹായിക്കുന്നത്, അവരിൽ നിനക്കൊരു ട്രൂ മെൻറ്ററെ, മാസ്റ്ററെ, ടീച്ചർക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഗൈഡ് ഈ ഒരു സൂര്യനെയും ചന്ദ്രനെ പറ്റിയിട്ടൊക്കെ പറയുമ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഗൈഡിൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുള്ള സെഷൻ ആൽക്കെമിസ്ട്രി എന്നുള്ളതായിരുന്നു. അതായത് സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ് മിക്സ് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു പ്രോസസ്സ്. അന്നത്തെ സെഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയെന്നൊക്കെ തോന്നുന്ന വിധത്തിലുള്ള ടൈപ്പ് ഓഫ്, അതിനെ വിസ്ഡംസ് എന്നാണോ വിളിക്കേണ്ടത് അതല്ല വേറെ എന്താണ് വിളിക്കേണ്ടത് എന്ന് മനസ്സിലാവാത്ത വിധത്തിലേക്കുള്ള ഒരു ബോംബിംഗ് ആയിരുന്നു അന്നത്തെ സെഷനിൽ ഉണ്ടായിരുന്നത്. അതായത് ഇവിടെ നമ്മളൊരു പൂവിനെ, നമ്മൾ പറയും പൂവിനെ വർണ്ണിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ആ പൂവ് അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതാണ് സയൻസ് എന്ന് പറയുമ്പം, ഇത് രണ്ടിനെയും ബ്ലെൻഡ് ആക്കിയിട്ട് രണ്ടും രണ്ടല്ല ഒന്നാവുന്ന ടൈപ്പ് ഓഫ് കോഡ്സ് ആൻഡ് തിയറീസ് ഓൾറെഡി ഉള്ള സയന്റിഫിക്കൽ കോഡ്സ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗൈഡിൻ്റെ എല്ലാ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഓരോന്നിനും ഓരോ ഫ്ലേവർ സെയിം ആയിരിക്കാം മേ ബി, പക്ഷെ അതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് കിട്ടുന്നൊരു രീതി എന്ന് പറയുന്നത് ഭയങ്കര വേറെ തന്നെ ഒരു രീതിയാണ്. പിന്നെ നേരത്തെ ഈ പറഞ്ഞ ഒരു സംഭവം ഇവിടെ എല്ലാവർക്കും കടന്നു വരാമെന്ന് പറയുമ്പം ഗൈഡിൻ്റെ സെഷനിൽ ഇരിക്കുമ്പം യുനാനി ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടർമാരിൽ തന്നെ യുനാനി ഉണ്ട്, ആയുർവേദ ഉണ്ടാവും, അലോപ്പതി ഉണ്ടാവും, ഹോമിയോപ്പതി ഉണ്ടാവും, എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടാവും. അവർക്ക് ആർക്കും അപ്പുറം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പുറത്തേക്ക് എത്തുമ്പം കുറേ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നവർക്ക് എല്ലാം ഒരേ ശമനം പോലെയാണ് തോന്നുന്നത്. ഇനി അത് ഡോക്ടേഴ്സിൻ്റെ മാത്രം, ഇനിയിപ്പോൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ബാക്കി മനുഷ്യന്മാരായിക്കോട്ടെ, ഇവൻ നമ്മൾ ഭയങ്കര എതിരാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഒരു ഗുരുവിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് കാണലുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഇപ്പോൾ റൂമി പറഞ്ഞതുപോലെ തന്നെ ഒരു ഏകത്വം ഉണ്ടല്ലോ, അങ്ങനെ മനുഷ്യരിങ്ങനെ യുണൈറ്റ് ആക്കുന്നതിൻ്റെ ഒരു സീക്രട്ട് എന്താ? കാരണം ഇന്നത്തെ വേൾഡ് ഇങ്ങനെ ചെതറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ, നമ്മൾ പറയുന്നത് തന്നെ അതാ, ഇതിങ്ങനെ വിഭജിച്ചു കൊണ്ടേയിരിക്കുകയാണെന്ന് പറയുമ്പം നിങ്ങളടുത്തേക്ക് വരുമ്പോൾ മാത്രം മനുഷ്യരിങ്ങനെ ഇങ്ങനെ ചേർന്നിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പിന്നിലുള്ളൊരു സീക്രട്ട് എന്താ?
അതിൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഖുർആനിക്കായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു വേഴ്സ് എന്നൊക്കെ പറയാം, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദർ ഈസ് നോ കമ്പൽഷൻ. ആരെയും നമ്മൾ നിർബന്ധിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ മൈൻഡിൻ്റെ ഈഗോ ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ഇവരെ ഇങ്ങനെ ആക്കിയിരിക്കണം, ഇവരിത് പിന്തുടർന്നിരിക്കണം, നമുക്ക് ഹിഡൻ ആയിട്ട് ഇങ്ങനൊരു കാര്യം കൂടി അവരുള്ളോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു മാധ്യമമാക്കി എടുക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളെ ഇൻറ്റൻഷൻ അവിടെ തെറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ എവിടെ സെഷൻസ് എടുക്കുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ എല്ലാവരെയും ആദ്യം ഒരു മനുഷ്യനായിട്ട് കാണാം. മറ്റൊന്ന്, അവർക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഈ രണ്ട് അവസ്ഥ നമുക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളെ മുന്നിൽ വന്നിരിക്കുന്നവർ, ഇപ്പം ഹുസ്ന പറഞ്ഞ പോലെ സോക്കോൾഡ് ഇവർ ഇന്ന ഡോക്ടേഴ്സ് ആണല്ലോ, ഇവർ ഈ പ്രൊഫഷനിലുള്ളവരാണോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ ആ മനുഷ്യനെ കാണുന്നതിനപ്പുറത്തേക്ക്, ആ ഹ്യൂമൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നാകുന്ന പോയിന്റ് കാണുന്നതിനടുത്ത് അപ്പുറത്തേക്ക് ഞാൻ അവരെ കാണുന്നത് ഒരു ഡോക്ടർ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫായിട്ടുള്ള ഒരു ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഞാനും ഹുസ്നയും തമ്മിൽ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ചിന്തിക്കുകയാണ്, ഹുസ്ന എന്ന് പറഞ്ഞൊരു സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ മുന്നിൽ വന്നിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ എന്ന മനുഷ്യനെ പറഞ്ഞിട്ട് ആ സെലിബ്രിറ്റിക്ക് വേണ്ട ആളാരാണോ അവിടെ ആ ആളെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മൾ പേഴ്സണാലിറ്റി ആയിട്ട് ഉണ്ടാക്കേണ്ടത്. എനിക്കൊരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ പേഴ്സണ മീൻസ് മാസ്കാണ്. അപ്പോൾ ഞാനിവിടെ തകർത്ത് അഭിനയിക്കാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അത് നമ്മളിൽ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളെ മുന്നിലുള്ളവരിൽ ഉണ്ടാവില്ല. അപ്പോൾ ഹിപ്നോസിസിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഹിപ്നോട്ടിക് പ്രാക്ടീസിലൊക്കെ നമ്മൾ ഒരാളെ ഉറക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഉറക്കത്തിൻ്റെ അവസ്ഥ സംഭവിക്കണം. അപ്പോൾ അത് ഹാർട്ട് ടു ഹാർട്ട് കണക്ഷനാണ്. നമ്മൾ അത്രയും റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ മുന്നിലിരിക്കേണ്ടത് താനേ റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലുള്ളവർക്ക് അതാണ് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ ഉള്ളിലുള്ളതെന്തോ അതാണ് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക. നമ്മൾ എത്ര വാക്കുകൊണ്ട് സംസാരിച്ചിട്ടും കാര്യമില്ല, എനർജി ഡസ് ഇൻ ലൈ. അപ്പോൾ അത് നമ്മൾ അനുഭവിച്ചറിയുന്നതാണ്. അപ്പോൾ ഞാനെപ്പോഴും ഇതെനിക്കൊരു വാലിഡേഷൻ കൂടി ആക്കിയിട്ട് എടുക്കാറില്ലേ, എല്ലാ തലത്തിലുള്ള ആളുകൾക്കും എല്ലാ പോരായ്മകളും മറന്ന് വ്യത്യാസങ്ങളും മറന്നിട്ടൊരു മനുഷ്യനായിട്ടും കുഞ്ഞായിട്ടും അങ്ങനെ ഇരിക്കാനുള്ളൊരു സ്പേസ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇൻറ്റൻഷനിൽ ഒരു ഫേക്ക് ഇല്ല, അത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നില്ല എന്ന് എനിക്കും വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യം, ആരെ കാണുമ്പോഴും ഇവർ മനുഷ്യരാണ്, ഇവർക്കുള്ളിലൊരു കുഞ്ഞുണ്ട്, ഇവരെല്ലാവരും ഈ ഭൂമിയിൽ വെളിച്ചത്തോടു കൂടി പിറന്നവരാണ്, ഇവരുടെ എല്ലാവരുടെ ഉള്ളിലും വെളിച്ചമുണ്ട്, വെളിച്ചം വെളിച്ചത്തെ ആകർഷിക്കും. ആ ഒരു അവസ്ഥയിൽ നമ്മളിരിക്കുമ്പോൾ അതൊരു എനർജി കമ്മ്യൂണിക്കേഷനാണ്. എനർജി സംസാരിക്കല്ലോ, നമ്മൾ ഒരാളടുത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അവർ എനർജി ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ കോൺഷ്യസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ ആളുകളുടെ എനർജി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ചില പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ രൂപേണ നമ്മൾ ഏറ്റവും ശുദ്ധമായ ഇൻറ്റൻഷനിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇൻറ്റൻഷൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. അതാണ് വൈ എന്ന് പറഞ്ഞത്. ഈ വൈ പ്യുവർ ആയി കഴിഞ്ഞാൽ ഇൻറ്റൻഷൻ ഇന്നമൽ അമാലു ബിന്നിയ എന്ന് പറയുന്നത്, ആ വൈ പ്യുവർ ആയി കഴിഞ്ഞാൽ തന്നെ ഹൗ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട. നമ്മുടെ വൈക്ക് സ്ട്രെങ്ത്ത് കുറയുമ്പോഴാണ് ഹൗ ഐ വിൽ ഡെലിവർ ഇറ്റ്, ഞാൻ എങ്ങനെ ഇവരൊക്കെ കൺവിൻസ് ചെയ്യും, ഞാൻ എങ്ങനെ ഇവരെല്ലാവരെയും ഒരേ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും, ഇതൊക്കെ ചലഞ്ചിങ് ആയിട്ട് മാറുന്നത്. വൈ എന്നത് ഹാർട്ടിൻ്റെ കോൺഷ്യസ്നെസ് ആണ്, ഹൗ എന്നത് ബ്രെയിനിൻ്റെ കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ ഹാർട്ടിൻ്റെ ആ ഒരു കോൺഷ്യസ്നെസ് ഓഫ് വൈ, എന്തുകൊണ്ട് എന്തിന് എന്നുള്ള ഇൻറ്റൻഷൻ വളരെ പ്യുവറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്ത വഴികൾ ഇങ്ങനെ തുറന്നു വരുന്നതാണ്. എൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന, വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ഒന്നിച്ചിരുന്നിട്ട് സന്തോഷിക്കാൻ പറ്റുന്ന, ചർച്ചകൾ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും എല്ലാവരായിട്ട് ഇരിക്കാൻ പറ്റുന്ന, ചിലപ്പോൾ അവർ വേറെ ഐഡിയ ആയിരിക്കുക, ഇവർക്ക് വേറെ ഐഡിയ ആയിരിക്കുക, വേറെ ഫോം ആയിരിക്കുക, അങ്ങനെയുള്ളവർക്കൊക്കെ ആ വ്യത്യാസങ്ങളൊക്കെ മറന്നിട്ട് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ലോകമുണ്ടെങ്കിൽ എത്ര നല്ലതാണ്. അത് ഈ ഹോൾ വേൾഡും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും നമുക്കൊരു കുറച്ച് പേര് അങ്ങനെ ആക്കി എടുക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് അത്തരത്തിൽ ഒരു ലോകം ഉണ്ടാകുന്നതിൽ നമ്മളും ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കല്ലേ. ഇതൊക്കെ ആ ഒരു ഇൻറ്റൻഷൻ്റെ ബ്യൂട്ടിയിൽ നിന്നും സംഭവിക്കണതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലേക്കും എനിക്ക് കണക്ഷൻ കിട്ടിയത് റൂമിയെ പഠിച്ചപ്പോഴാണ്. റൂമിയുടെ വിസ്ഡംസൊക്കെ അങ്ങനെ എല്ലാവരിലേക്കും ഒരുപോലെ എത്തുന്നുണ്ടെന്നുള്ളതാണ്, എല്ലാ തലത്തിലുള്ള ആളുകൾക്കും അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതവിടെ വർക്കൗട്ട് ആയിട്ടുണ്ടാവാം. ഇതൊരു ബിഗ്ഗസ്റ്റ് പാരൻറ്റിങ് ലെസൺ കൂടിയല്ലേ ഗൈഡ്? കാരണം ഇതിൻ്റെ ഒരു വേറൊരു ഡയമെൻഷൻ പറയുകയാണെങ്കിൽ പാരൻസിനുള്ള കൺസേൺ എന്ന് പറയുന്നത് കുട്ടീനെ ആക്കിയെടുക്കണം എന്നുള്ള സാധനം. പക്ഷെ ഗൈഡ് പറഞ്ഞൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, അവരാക്കിയെടുക്കാന്നുള്ളതിനേക്കാളും കൂടുതൽ ഗൈഡ് അവരെ നോക്കിയ നോട്ടത്തിൻ്റെ റിഫ്ലക്ഷനാണ് അവരെ ആ ഒരു രീതിയിലേക്ക് ഗൈഡിന് കിട്ടിയത് എന്നുള്ളത്. ഇപ്പം ഞാനൊരു പാരൻ്റാണ്, ഞാൻ ഒരുപാട് പാരൻസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനും കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം കുട്ടികളാക്കണം എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ അവരെ നോക്കുന്ന രീതി മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ജനറേഷനിലെ കുട്ടികളെ നമുക്ക് കയ്യിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്
ഒരു റിയാലിറ്റിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഹോം മാസ്റ്റർ അല്ലെങ്കിൽ സ്പിരിച്വൽ പാരന്റിങ് അതിൽ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗം തന്നെ കുട്ടികളെ നോക്കി എന്നല്ല. അപ്പം നോക്കുക എന്നുള്ളൊരു പ്രയോഗം അവിടെ ഉണ്ട്. നോക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് നോക്കലല്ല, നമ്മുടെ ഇടപെടലാണ്. അതിൽ നമ്മൾ അവരുടെ ഫീഡ് ചെയ്യുന്നതും അവരെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നതും അവരെ പറ്റി ചിന്തിക്കുന്നതും അവരെ പറ്റി സംസാരിക്കുന്നതും അവരുടേതല്ലാത്ത കാര്യങ്ങളിൽ പോലും നമ്മളൊരു വീട്ടിൽ നിന്ന് ഇടപെടുന്നത് വരെ ഈ നോക്കലിൻ്റെ ഭാഗമാണ്. കുട്ടികളെ നമ്മൾ കണ്ണുകൊണ്ട് നോക്കാതിരിക്കുമ്പം പോലും ആക്ച്വലി ഈ നോക്കൽ എന്ന പ്രതിഭാസത്തിൻ്റെ അകത്താണ് ഇവരുള്ളത്. അപ്പോൾ ഒരു കോട്ടുണ്ട്, യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി, വേർ ദ ഫോക്കസ് ഗോസ് ദർ ദ എനർജി ഫ്ലോസ്. അപ്പോൾ നമ്മുടെ നോട്ടം എന്തിലേക്കാണെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ആ ഒരു പലപ്പോഴും പാരൻസ് നോക്കാറില്ല കുട്ടികളിലേക്ക്. അവരുടെ കുട്ടി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഫിലോസഫി ഉണ്ട്. അതായത് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ഈഗോ കൂടി കടന്നു വരുന്നുണ്ട്. എൻ്റെ കുട്ടി ബെസ്റ്റ് ആയിരിക്കണം, എൻ്റെ കുട്ടി ഫസ്റ്റ് ആയിരിക്കണം. അതാവാതിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് അവനിൽ പ്രകടമാകുമ്പോഴേക്ക് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് പോലെ നമ്മുടെ പ്രൗഢിക്ക് വേണ്ടി ഈഗോക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പോലുള്ള ഒരു നോട്ടമാണ്, ആ ഊർജ്ജമാണ് നമ്മൾ പകർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ നോട്ടം തന്നെ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ കുട്ടി എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടില്ല, ജിബ്രാനൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുട്ടിയല്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള പോലെ ഒരു രാജാവ് രാജകുമാരനെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വിത്ത് റെസ്പെക്റ്റോട് കൂടിയിട്ട് ഇത് രാജകുമാരനാണെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ആ കുട്ടിയെ നോക്കുമ്പോൾ ആ കുഞ്ഞിന് തന്നെ നമ്മൾ റെസ്പെക്റ്റും കെയറും ഒക്കെ കൊടുക്കുന്ന രീതിക്ക് മാറ്റമുണ്ടായിരിക്കും. നമ്മൾ ആ കുട്ടിക്കുള്ളിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഈ കുട്ടി രാജകുമാരനാണ്, നാളെ രാജാവാകേണ്ട ആളെന്നുള്ള. നോക്കിയേ, ദൈവം പ്രഖ്യാപിക്കുന്നത് തന്നെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു ഈ സെഷനിൽ, പരിശുദ്ധമായ അവസ്ഥയിൽ വന്നെന്നുള്ള. അപ്പോൾ ആ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിലുള്ള ഒരു രാജകുമാരനാണ്, കുമാരിയാണ് എൻ്റെ മുന്നിലുള്ളതെന്ന് പറയുമ്പോൾ അതിലേക്ക് തന്നെ നിരന്തരം നമുക്ക് നോട്ടത്തെ പതിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് എൻക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതല്ലാത്തതൊക്കെ അൺലേൺ ചെയ്യപ്പെടും. നമ്മൾ എന്തിലേക്ക് നോക്കുന്നോ അത് ഫ്ലറിഷ് ചെയ്യുകയും അതല്ലാത്തതൊക്കെ ഒഴിഞ്ഞു പോകാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈഗോയിൽ വെച്ചുകൊണ്ട് എന്നെ പ്രൗഢിയിലെത്തിക്കേണ്ട, എൻ്റെ അഭിമാനത്തിന് കാരണമാകേണ്ട, എൻ്റെ ഈഗോന് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരേണ്ട കുട്ടി എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിക്കുള്ളിൽ ആ പറഞ്ഞ ലൈറ്റ് പാർട്ടിലേക്ക് നമ്മുടെ ഗെയ്സ് പോകുന്നതിനപ്പുറത്തേക്ക് ആ കുട്ടിയുടെ ഈഗോ പാർട്ടിലേക്ക് നമ്മുടെ ഫോക്കസ് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള നോക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈഗോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഈഗോ റിട്ടേൺ ബാക്ക് നമുക്ക് കിട്ടുള്ളൂ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. അവിടെയാണ് ഞാൻ ഈ പറയാറുള്ളത്, നമ്മളെ ഗെയ്സ്, നോട്ടം എന്നത് ആ വെളിച്ചത്തിലേക്ക് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു പാരൻറ്റ് മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ മാത്രമല്ല പാരൻ്റ് ആവണത്, നമ്മളുടെ ചുറ്റിലുള്ള എല്ലാവർക്കും നമ്മൾ പാരൻ്റാണ്. ഇപ്പോൾ ഒരു ബിസിനസ് ഓണർ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്കൊക്കെ അദ്ദേഹം ഒരു ഗാർഡിയനും പാരൻ്റൊക്കെ തന്നെ, ഒരു പാരൻ്റൽ റോൾ അവിടെ ഉണ്ട്. ഒരു സിസ്റ്ററിന്, ഒരു ആ എൽഡർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്ററിന് ഒരു പാരൻ്റ് തന്നെയാണ്. അങ്ങനെ എല്ലായിടത്തും പാരൻ്റൽ വേർഷൻസ് നമുക്കുള്ളിലുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ജനറലായിട്ട് കൊണ്ടുവരേണ്ട ഒരു നോട്ടത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച പോലെ തന്നെ എല്ലാവർക്കുള്ളിലും ലൈറ്റ് ഉണ്ട്, എല്ലാവർക്കുള്ളിലും ഒരു നിഷ്കളങ്കമായ കുട്ടിയുണ്ട്. അതിനെ തന്നെ നോക്കിയിട്ട് നർച്ചർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കുന്ന, പൊട്ടിത്തെറിക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ നോട്ടം നിരന്തരം അതിലേക്കാവുന്നത് കൊണ്ട് അവർ പോലും അറിയാതെ അവരിലെ ആ വെളിച്ചത്തെ നമ്മളിങ്ങനെ വാർത്തെടുക്കുക. 3-4 തവണ കുട്ടികൾ പൊട്ടിത്തെറിച്ചോട്ടെ, അപ്പം ഉമ്മ നോക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള വെളിച്ചമാകുന്ന കുഞ്ഞിനെ എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പം ഈ കുഞ്ഞിന് അത് വെളിവാക്കലല്ലാതെ വേറെ ഓപ്ഷനില്ല. മറഞ്ഞു പോയ, പൂണ്ടുപോയ ഉള്ളിലുള്ള ആ വെളിച്ചം ഈ ഉമ്മ ഇങ്ങനെ നോക്കി ഓരോ അടിച്ചടിച്ച് അതിന് പുറത്തേക്ക് വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് പോലുള്ള ഒരു എനർജി ട്രാൻസാക്ഷനും ഇൻട്രാക്ഷനും അവിടെ നടക്കും. ഇത് മേ ബി നമ്മളിങ്ങനെ ലോജിക്കലി പറഞ്ഞ കണക്റ്റിംഗ് ആയിക്കോളുന്നില്ല. ഇതൊക്കെ ചില കൈൻഡ് ഓഫ് എക്സ്പീരിയൻസിലൂടെ വരണതാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് വേറെ തന്നെയല്ലോ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുപാട് പാരൻസ് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് പറയാറുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടി, ആ ഒരു ട്രാൻസ്മിഷൻ അവർക്ക് കിട്ടിയെന്നുള്ളത്. നോട്ടം എന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പം കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഗൈഡിന് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഗൈഡിൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് 14 മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ചെറിയൊരു പ്രായത്തിൽ, അതായത് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടികളെ അവരുടെ ടീനേജിൻ്റെ ഒരു പീക്ക് ലെവലിൽ നിന്ന് കിട്ടിയിട്ട് ഇപ്പം അവരവരുടെ യൂത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവർ എൻ്റെയർ കാലം അവർ കൂടുതലും ഗൈഡിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു പാരൻറ്റിങ്ങും കൂടി ആയിരുന്നു. അപ്പം നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ന്യൂ ജനറേഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പം ഈ പറഞ്ഞ എല്ലാ ഫ്രീഡം കൊടുത്തിട്ടും അവർ ഇവോൾവ് ചെയ്തൊരു രീതി, അല്ലെങ്കിൽ അവർ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആൾക്കാർ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ അവർക്ക് എപ്പോഴും കിട്ടുന്നൊരു ഫീഡ്ബാക്കാണ്. അപ്പം ഗൈഡ് ഏറ്റവും കൂടുതൽ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ്? അതായത്
അവർ ആസ് എ പാരൻറ്റ് അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ എന്നുള്ള തരത്തിലേക്ക് ഒരു ഗൈഡഡ് റോളിൽ നിന്നിട്ട് ഗൈഡ് അവരിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താ? ഇപ്പോൾ ഇവിടുത്തെ നമ്മളെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് അവരുടെ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ പറയല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു പാരൻറ്റിങ് ആണത്. കാരണം വി സ്റ്റാർട്ടഡ് ഫ്രം സീറോ അല്ലെങ്കിൽ മൈനസ് നിന്ന് തുടങ്ങുമ്പം എൻ്റെതായിട്ടുള്ള ഒരുപാട് സ്ട്രഗിളുകളുണ്ട്. ആ സ്ട്രഗിളുകളോടൊപ്പമാണ് എനിക്ക് വരെ നർച്ചർ ചെയ്യേണ്ടത്. അപ്പോൾ പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് ഇതിൻ്റെ അൾട്ടിമേറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ മിഷൻ, ഒരു കോമൺ ഗോള്, അത് നമ്മുടെ സ്വന്തത്തിന് സെൽഫിഷ് നീഡുകൾക്കപ്പുറത്തേക്ക് ലോകത്തിന് കൊടുക്കുക, തിരിച്ചു കൊടുക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നൊരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് ഒരു കോമൺ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കൂടി ചേർന്നപ്പോഴാണ് അതിന് ഭയങ്കര ബ്യൂട്ടി വന്നത്. അപ്പോൾ ഞാനെപ്പോഴും പറയും, ഫാമിലിയിലേക്കാണെങ്കിലും കുട്ടികളെ നർച്ചർ ചെയ്യുമ്പോൾ ഒരു ഫാമിലി ഗോളിൽ എല്ലാവർക്കും പങ്കുണ്ടാവണം. അപ്പോൾ എല്ലാവരും നാച്ചുറലി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. ഇപ്പോൾ ഹോം മാസ്റ്ററിലൊക്കെ നമ്മൾ ഫാമിലി ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ കുറച്ച് പ്രൊസീജിയേഴ്സ് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് ഇത്ര രസകരമായിട്ടുള്ള പാരൻറ്റിങ് ആയി മാറിയത് എനിക്ക് ശരിക്കും ഇവരെ കൂടെ ഇപ്പോഴും സമയം സ്പെൻഡ് ചെയ്തത് മതിയാവണില്ല. അപ്പോൾ നിങ്ങളിവിടെ ഇതിന് വരുന്ന സമയത്ത് ഞാൻ ആക്ച്വലി അവരുടെ കൂടെ ഐ വാസ് വിത്ത് ദം. ബിക്കോസ് അത്രത്തോളം ഇപ്പോൾ 8 വർഷത്തോളമായി ഇത്രയും ഇപ്പോൾ രാവിലെ മുതൽ ഈവനിങ് വരെ അവരുണ്ട്, പല യാത്രകളുണ്ട്. എന്നിട്ടും എനിക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് മതിയാവണില്ല എന്നൊരു തോന്നൽ വരുന്നതല്ല. അത് ഫീലിംഗ് എനിക്ക് കിട്ടുന്നത് ആ ഒരു കോമൺ ഗോളിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അവരുടെ ലക്ഷ്യത്തിലും എൻ്റെ ലക്ഷ്യത്തിലും അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളും സ്പേസും ഒക്കെ ഉണ്ട്. അതിലൊക്കെ അവർ എക്സ്പ്ലോർ ചെയ്യട്ടെ. അത് അതിനോടൊപ്പം തന്നെ അവരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാൻ ചെയ്യുന്നതും അവർ ചെയ്യുന്നതൊക്കെ ഒന്നാകുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് കോൺട്രിബ്യൂട്ടിങ് സംതിങ് ടു ദ വേൾഡ് ഫോർ എ ഗുഡ് കോസ് എന്നുള്ളതാണ്. അതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ഒരു സ്പിരിച്വൽ ഇൻറ്റിമസി ഉണ്ട്. ഒരു റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയി വരുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ചില ഫാക്ടേഴ്സ് ഓഫ് ഇൻറ്റിമസി ഉണ്ട്. അതിൽ ചിലതെങ്കിലും സംഭവിക്കണം എന്നല്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി, സ്പിരിച്വൽ ഇൻറ്റിമസി. അപ്പോൾ അവരുടെയൊക്കെ ഇൻ്റലക്ച്വൽ തേഴ്സ്റ്റിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സീക്കിംഗ് എന്നുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ ഇൻറ്റിമസിയിലേക്ക് വരുമ്പോൾ ഗിവിങ് സംതിങ് ഫോർ ദ വേൾഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഇതൊക്കെ ഒന്നിച്ചിരിക്കുന്നതുകൊണ്ട് ഒരേ വൈബുള്ള ആൾക്കാരായി. ഇത് ഒന്നിക്കുന്നിടത്ത് പ്രായം ഒരു പ്രശ്നമല്ല. ഞാനൊരിക്കലും ഒരു പാരൻ്റ് എന്നുള്ള ഫിഗറിലല്ല അവിടെ ഉള്ളത്. ഐ ആം വൺ അമംഗ് ദം. നമ്മളൊരു ഫ്രണ്ട്ലി വൈബിലാണ്. അവിടെ ഞാൻ പറഞ്ഞു പാരൻ്റ് ആണെന്നുള്ള ചിന്ത മാത്രം മാറ്റിയിട്ട് ആ റോള് മാത്രം മാറ്റിയിട്ട് പാരൻ്റ് ഒരു ലീഡറായിട്ട്, പാരൻ്റ് ഒരു ഗൈഡായിട്ട്, പാരൻ്റ് ഒരു മെൻറ്ററായിട്ട്, പാരൻ്റ് ഒരു ഫ്രണ്ടായിട്ട്, പാരൻ്റ് ചില സമയത്ത് കുട്ടികൾക്കൊരു ചൈൽഡായിട്ട്, അവർക്ക് പാരൻറ്റ് ചില സമയത്ത് കുട്ടികളെ പോലെ ആവണം. എന്നിട്ട് അവർക്ക് പാരൻ്റൽ റോള് കൊടുത്തിട്ട് അവരെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം എന്നെ ഇവിടെ ഒക്കെ പഠിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ടെക്നോളജിയിൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ പല കാര്യം എനിക്കറിയില്ല. അപ്പോൾ അവരാ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ അവരുടെ കുട്ടിയാണ്. ഈ റോളുകളൊക്കെ ഏറ്റെടുത്തിട്ട് പാരൻ്റ് എന്നുള്ള റോള് മാത്രം മറക്കാം. ബാക്കിയുള്ള എല്ലാ റോളുകളും ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പാരൻറ്റിങ് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. പാരൻ്റൽ ഈഗോയിൽ നിൽക്കുന്ന സമയത്താണ് ഐ ആം ദ പാരൻറ്റ്, യു ആർ ദ ചൈൽഡ് എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ ഞാനിവിടുത്തെ ചെയർമാനാണ്, നിങ്ങളിവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടേക്കാം, നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഫയർ ചെയ്യും, ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചീത്ത വിളിക്കും. ഇങ്ങനത്തെ ഒരു റോളിലേക്ക് പോകുമ്പോൾ അത് കംപ്ലീറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ചെറിയ പെർസെപ്ഷണൽ ഷിഫ്റ്റ് തന്നെ നമുക്ക് ആ ജേണി അത്രയും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ്. പിന്നെ ഇതിനപ്പുറത്തേക്ക് നമ്മൾ പറയുമ്പം ഇതൊക്കെ ഒരു ഈസ് ഫ്ലോയിൽ നടക്കണം. മിഷന് കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ബൈ ദ ഗ്രേസ് ഓഫ് ദ ഗോഡ് എൻ്റെ ഇൻറ്റൻഷൻ ഞാൻ പ്യുവറാക്കി വെച്ചാൽ എപ്പോഴും ബിലീവ് ചെയ്യുന്ന കാര്യം, നമ്മൾ നല്ല നീയത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലൊക്കെ അതിന് പറ്റിയ ആളുകളുണ്ടാവും. നമുക്ക് ആ രീതിയിലേക്ക് കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ആ ഒരു ഇൻറ്റൻഷൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടെന്നുള്ളത്. സോ കൊടുക്കുന്നത് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് ആ ഒരു പോയിന്റിലേക്ക് ചിന്തകൾ വെച്ചിട്ട് അതിൽ നമ്മളെ മക്കൾക്കും ഒരു റോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് അവിടെ റെസ്പോൺസിബിൾ സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഭയങ്കര ആസ്വാദ്യകരമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം 2 ദിവസം മുന്നേ ഞാൻ ഹോം മാസ്റ്റേഴ്സിൻ്റെ റെക്കോർഡിങ് കേൾക്കുന്ന അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ മെൻറ്റേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കോച്ചസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗൈഡ് എന്നുള്ള ഫാക്ടർ നമ്മൾ കുറേ കാലം കണ്ടിട്ടുള്ളതെങ്കിലും നമുക്ക് ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ആ അഡ്മിറേഷൻ്റെ അപ്പുറത്തേക്ക് ഗൈഡിൻ്റെ കൂടെ തന്നെ ഇരിക്കണം, ഗൈഡിൻ്റെ അടുത്ത് നിന്ന് വിസ്ഡംസ് കേൾക്കണം. ഇവർ എവിടെ പോകാനും ഇഷ്ടമല്ലാത്ത വിധത്തിലേക്ക് പക്ഷെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ തിരിച്ചു വരാനൊരു ഗൈഡ് എന്ന് പറയുന്നത് ഒരു ഹോംലി ഫീലാണ്. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ മക്കൾക്ക്, നമുക്ക് പാരൻസിന് ഉണ്ടാകുന്നൊരു താല്പര്യമാണ് എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ എനിക്ക് അവരുടെ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ബിൽഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഗൈഡ് മെൻറ്റേഴ്സിനെയൊക്കെ വളർത്തുന്ന ആ കറക്റ്റ് ട്രിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ മെൻറ്റേഴ്സൊക്കെ ഗൈഡിന് കൊടുക്കുന്ന ഒരു ലവ് പോലെ നമുക്ക് നമ്മുടെ മക്കളായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തുകൂടെ എന്നുള്ളത്. കാരണം എല്ലാ പാരൻസും ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അവർ പിയർ ഗ്രൂപ്പിൻ്റെ അപ്പുറം പോവാണ്, അവർക്ക് വേറെ കൺസേൺസ് വരാണ്. പിന്നെ പാരൻസ് എന്നുള്ളത് ആ ലോൺലിനെസ്സിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി അവർ പോയിക്കോട്ടെ, പക്ഷെ അവർക്ക് തിരിച്ചു വരാൻ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ എന്നുള്ള സ്നേഹം കിട്ടണമെങ്കിൽ ആ ഒരു പാരൻറ്റിങ്ങും കൂടി അവിടെ നടക്കണമല്ലോ എന്നുള്ളത്
2 days ബാക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഓഫീസിലേക്ക് കയറുന്ന സമയത്തുണ്ടല്ലോ ഗൈഡ്, AC-ൻ്റെ തണുപ്പിനേക്കാളും കൂടുതൽ ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തണുപ്പുണ്ട്, ഒരു വല്ലാത്തൊരു ഫ്രഷ്നെസ്. അത് ഒരുപാട് ആൾക്കാർ പറയലുണ്ട്, ഇവൻ ഞാനും കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഒരു ഓർമ്മയില്ലാത്ത പോലെ, അല്ലെങ്കിൽ വല്ലാത്തൊരു സമാധാനം കിട്ടലുണ്ടെന്ന് അറിയുന്നുണ്ട്. ചില മനുഷ്യരും ചില സ്ഥലങ്ങളും ഭയങ്കര സമാധാനം എന്ന് പറയുന്നത് പോലെ ഈ സ്പേസ് ഞാനും വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ വിറ്റ്നസ് ചെയ്തിട്ട് കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു എനർജി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്താണ്? അങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ആ ചോദ്യത്തിന് എനിക്ക് എന്ത് ആൻസർ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ചില സമയത്ത് ചില ആർട്ടിസ്റ്റുകളോ സ്കൾപ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ അവരെന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് പോകും. അവരത് ഡിസൈൻ ചെയ്യണതിന് ഒരു ഇൻറ്റൻഷൻ ആയിരിക്കും. പക്ഷെ അവരത് ഡിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതിനെ പല രീതിയിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ എനിക്കും ഇതിങ്ങനെ ആണോ എന്താന്നുള്ളതിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഉസ്ന പറഞ്ഞ പോലെ പലരും ഇവിടെ വരുമ്പോൾ അത് പറയാറുണ്ട്, ഇവിടെ വരുമ്പോൾ ഭയങ്കര കാംനെസ് കിട്ടുന്നു. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒരു ഇടം അതിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ടെമ്പിൾ ആണെങ്കിലും ചർച്ച് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു വൈബ്രേഷനും അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അവിടെ വരുന്ന ആളുകളുടെ മനസ്സിൻ്റെ റിഫ്ലക്ഷൻ ആണെന്നുള്ളതാണ്. ഓരോ തവണ ഇവിടെ വരുന്നവർ അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് യെസ്, നമ്മൾ ആ ഇൻറ്റൻഷൻ്റെ പ്യൂരിറ്റി അത്ര രസമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ കയറുമ്പോഴും ഇപ്പോൾ ഇവിടെയുള്ള ഒരാൾക്കും തന്നെ, ഈ ഓഫീസിലുള്ള നമ്മളെ മെൻറ്റേഴ്സിന് ആർക്കും തന്നെ നമ്മളിവിടെ വർക്ക് ചെയ്യാൻ വരാമെന്നുള്ളൊരു തോട്ടില്ല. അപ്പോൾ തന്നെ വർക്ക് സ്ട്രെസ്സ്, വർക്ക് ലോഡ്, ആ ഒരു ഇമോഷണൽ സാധനങ്ങൾ, ആ സംഭവങ്ങളേ ഇല്ല. ഇവിടേക്ക് കയറുന്നതോടുകൂടി ഞാൻ മുതൽ എല്ലാവരും നമ്മൾ ഈ വേൾഡിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സമയം ചിലവാക്കുന്നു. അത് പർപ്പസ്ഫുൾ ആണ്. ഒരു സെക്കൻഡ് പോലും ഇവിടെ വേസ്റ്റ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇന്നത്തെ ഡേ ഭയങ്കര വേസ്റ്റ് ആയല്ലോ എന്നുള്ളൊരു തോട്ട്. ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഇനി വൈകുന്നേരം വരെ ഇരിക്കണമല്ലോ. ഈ 2 തോട്ടുകൾ ഇല്ലാണ്ടാണ് എൻട്രിയും എക്സിറ്റും നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മൾ ഡോറ് അൺലോക്ക് ചെയ്യണതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു വാതിൽ തുറക്കും, നമ്മുടെ ഹൃദയം കൂടി നമ്മൾ ഒരു ഇൻറ്റൻഷൻ അവിടെ തുറക്കുന്നുണ്ട്. ആ തുറക്കുന്ന സമയത്തും അത് പൂട്ടുന്ന സമയത്തും ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഇൻറ്റൻഷണൽ പ്യൂരിറ്റിയിൽ നമ്മളത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ 2 ഇൻറ്റൻഷനുകൾക്കിടയിലുള്ള എനർജി ആയിരിക്കും അവിടെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണതെന്ന് പറയും. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ചില ആൾക്കാരെ നമ്മൾ ഓർത്തിരിക്കുക അവരെ ലാസ്റ്റ് മീറ്റിങ്ങിൽ അവരെ നമ്മൾ എന്ത് ഫീൽ ചെയ്യിപ്പിച്ചു, അത് കലാകാലം ഫീൽ ചെയ്യണത് പോലെ തന്നെയാണെന്നുള്ള. അപ്പോൾ ഞാനും ഇവിടെ ഉള്ളവരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണതല്ല, നമ്മൾ അതിലാണ് ശ്രദ്ധിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു റിച്വലൊന്നുമല്ല. നമ്മളിവിടെ വരുമ്പോൾ എനിക്കോ ഇവിടെയുള്ള ആർക്കും തന്നെ ഇവിടെ വർക്കിന് വരാണ് അതിലൊരു തോട്ടില്ല. നമ്മളിവിടെ നമ്മളൊരു വീട്ടിലേക്ക് വരുന്ന പോലെ നേരത്തെ പറഞ്ഞ ഒരു ഹോം ഫീലിംഗ് കിട്ടുന്ന, നമ്മൾ ഏറ്റവും വലിയ എന്താ പറയുക ഒരു വേർഷിപ്പ് ചെയ്യുന്ന സ്പേസിലേക്ക് കടക്കണ പോലെ തന്നെയാണ് നമ്മളിവിടെയൊക്കെ കടക്കുമ്പോൾ വരുന്നത്. മേ ബി ആ ഒരു എനർജിയും ആ ഒരു തോട്ടും എപ്പോഴും ഹോൾഡ് ചെയ്യണത് കൊണ്ടായിരിക്കാം അത് നമുക്ക് ഫീൽ ചെയ്യണേ. ചില ആൾക്കാരെ അടുത്തൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോൾ അറിയാതെ തന്നെ നമുക്കിങ്ങനെ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആവാം. മീൻസ് ചിലപ്പോൾ നമുക്ക് ഹെഡേക്ക് വരാം, എന്തിനെന്ന് അറിയില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു എനർജി ട്രാൻസാക്ഷനാണത്. ചിലപ്പോൾ അവർ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്തപ്പോൾ മേ ബി നമുക്കതൊന്ന് ചെറിയൊരു വൈബ്രേഷൻ കിട്ടിയതായിരിക്കാം. അപ്പോൾ ഓരോ സ്പേസും ഓരോ മനുഷ്യന്മാരും അവരുടെ മൂഡിനനുസരിച്ചിട്ടുള്ള ഒരു എനർജി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രം ദെയർ ഓറ. അപ്പോൾ ഇവിടെ മേ ബി അതായിരിക്കാം നമ്മൾ ആ ഒരു അങ്ങനത്തെ സംഭവങ്ങളൊന്നും കീപ്പ് ചെയ്യാതെ വളരെ റിലാക്സ്ഡ് ആവുന്ന ഒരു കാമായിട്ടുള്ള ആസ്വദിച്ചിരിക്കുന്ന, നമ്മൾ വളരെ ജോയസ് ആയിട്ട് ആസ്വദിച്ചിരിക്കുന്ന ഒരു ഇടമായതുകൊണ്ടായിരിക്കാം അത് ബാക്കിയുള്ളവർക്കും ഫീൽ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അത് പറയുമ്പം ഞാൻ പറയല്ലോ, ഇതൊക്കെ നമ്മൾക്ക് ഇവിടെയൊക്കെ നമ്മൾ ശരിയാണ് എന്നുള്ള ഒരു ക്ലാരിറ്റിയാണ് കിട്ടുന്നത് മുന്നോട്ടുള്ള. ഇപ്പോൾ ഹുസ്ന പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറയുമ്പോൾ ഫൈൻ, അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടായാലല്ലോ, നമ്മൾ പറയാം വി സ്റ്റാൻഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞത് കൊണ്ടായാലല്ലോ. അതിൽ വന്നിരിക്കുന്നവർക്ക് അത് അനുഭവിച്ചറിയുമ്പോഴല്ലേ നമ്മൾ പറയുന്നത് ശരിയാവുന്നുണ്ട് പറയാൻ പറ്റുള്ളൂ. പറയാൻ എല്ലാവർക്കും പറയാലോ. അപ്പോൾ ഇതൊക്കെ നമുക്കുള്ളൊരു വാലിഡേഷനാണ്. ദ തിങ്സ് ആർ റൈറ്റ്, ആക്ച്വലി വി ആർ ഇൻ ദ റൈറ്റ് പാത്ത് എന്നുള്ള ഒരു വാലിഡേഷൻ ആയിട്ടാണ് അതിനെടുക്കുന്നത്. താങ്ക് യു. ഇതേ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഗൈഡ് പറഞ്ഞു ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് സമാധാനം കിട്ടുന്നത് അത് നമ്മളുടേതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ഉള്ളിലുള്ള റിഫ്ലക്ഷനാണ്. ഇപ്പോൾ ജലാലുദ്ദീൻ റൂമി ആണെങ്കിലും പറഞ്ഞിട്ടുള്ളത്, ഇപ്പം നിങ്ങൾ എന്നിൽ കാണുന്ന ബ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ബ്യൂട്ടിയാണെന്നുള്ളത്. അപ്പം ഞാൻ ഗൈഡിൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്താണ് ഞാൻ എന്നെ റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പം എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു ട്രൂ വേർഷൻ ഉണ്ട്. അതിന് എല്ലാവർക്കും ഒരു ഗൈഡിനെ കിട്ടുന്നുണ്ടോ? അതായത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു ഗൈഡ് നമുക്ക് വേണ്ടേ? അപ്പം അതെല്ലാ മനുഷ്യർക്കും അത് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അത് അത്രമാത്രം നീഡഡ് ആണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം? അതായത് ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ തന്നെ സമാധാനമാണ്, ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ തന്നെ ക്ലാരിറ്റിയാണ്, എൻ്റെ ഉള്ളിലുള്ള ലൈറ്റാണ്. പക്ഷെ അതിന് എനിക്കൊരു ഔട്ടർ പേഴ്സണെ വേണ്ടി വരുന്നത്, പക്ഷെ അതിൻ്റെ ഒരു വേറെ തലങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു സ്പേസ് നീഡഡ് അല്ലേ?
എല്ലാ മനുഷ്യർക്കും അങ്ങനത്തെ ഒരു സ്പേസ് നേരിടാം. പക്ഷെ അവിടെ അതൊരു ഹ്യൂമൻ ഫോമിൽ തന്നെ ആവണം എന്നുള്ള നിർബന്ധമില്ല എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ആ ഗൈഡായിട്ട് മാറുന്നത് ചിലപ്പം കടലായിരിക്കാം, മരങ്ങളായിരിക്കാം, പുസ്തകങ്ങളായിരിക്കാം, വേദമായിരിക്കാം, ഒക്കെ ഗൈഡാണ്. അതുകൊണ്ട് റൂമി തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ലൈഫിലേക്ക് വരുന്ന മനുഷ്യർ മാത്രമല്ല, എല്ലാം ഗസ്റ്റാണ്, ഗൈഡായിട്ട് വരുന്നത്, നമുക്ക് മെസ്സേജുകൾ തരാൻ, നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ളതാണ്. ഇത് എല്ലാവർക്കും അതിൻ്റെ അനിവാര്യത ഉണ്ടോയെന്ന് ഉള്ളതിനപ്പുറത്തേക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു കാര്യത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കിയിട്ട് എന്തിലെങ്കിലും ആ ഗൈഡൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അവരറിയണം. അത്ര ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുന്നുണ്ടെന്നും വരുന്നുണ്ടെന്നും അത് ഗൈഡൻസിൻ്റെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഗൈഡ് വേണ്ടി വരാം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഇപ്പോൾ മരങ്ങൾക്ക് ഗൈഡാവാം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഓരോന്നിനും ഗൈഡായിട്ട് മാറാം. മീൻസ് മേ ബി നിങ്ങളുടെ തന്നെ റിഫൈൻ ചെയ്യുന്നതിലേക്ക്, നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക് കൊണ്ടുപോകുന്നതിലേക്ക്, നിങ്ങളുടെ ബ്യൂട്ടി കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നതിലേക്ക് കൊണ്ടു നയിക്കുന്നതിൽ ഇതിനെന്തിനുമാകാം. അപ്പം അതിലേക്ക് വഴി തിരിച്ചു വിടാൻ ഒരു പക്ഷേ ചില മനുഷ്യർക്ക് പറ്റിയേക്കാം. ഏതാണോ നിങ്ങളുടെ വഴി എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് വഴി തിരിച്ചു വിടാൻ. എന്നാൽ ചില ആൾക്കാർക്ക് മനുഷ്യർ തന്നെയായിരിക്കാം അത് ഓരോരുത്തരുടെ ഇൻ്റലിജൻസിന് അനുസരിച്ചിരിക്കുന്നതാണ്. ചിലർക്ക് വിജ്ഞാനമാണ്, അറിവ് ഇങ്ങനെ നേടുന്നത് തന്നെയായിരിക്കാം അവരുടെ ഗൈഡൻസ് പറഞ്ഞാൽ. ഇൽമ എടുക്കുന്നത് തന്നെ അവർക്ക് ഇൽമ ഗൈഡായിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. റൂമി പറയുന്നത് മൈ സോൾ ഈസ് മൈ ഗൈഡ് എന്നാണ്. എൻ്റെ സോളാണ് എൻ്റെ ഗൈഡ് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സോളിനെ ഞാൻ പഠിച്ചു വന്നപ്പോഴേക്കും എൻ്റെ സോള് തന്നെ എന്നെ വലിയൊരു സ്കോളറാക്കി മാറ്റി എന്ന് പറയുമ്പം ആ ഉള്ളിൽ തന്നെയാണ് അതുള്ളത്. പക്ഷെ ഉള്ളിലുള്ളത് കണ്ടെത്താൻ ഉള്ളോട്ടൊരു കണ്ണില്ലാത്തത് കൊണ്ട് പുറത്തുള്ള എന്തിൽ നിന്നെങ്കിലും നമ്മളതിലേക്ക് ലിങ്ക് ചെയ്തെടുക്കണം. അത് ലിങ്ക് ചെയ്തെടുക്കാൻ പറ്റുന്നവർക്ക് സെൽഫ് പേസ് ചെയ്ത് പോവാം. എല്ലാത്തവർക്ക് അത് ലിങ്ക് ചെയ്ത് കിട്ടാൻ ഒരു പക്ഷേ അത്തരത്തിലുള്ള ഗൈഡ്സിൻ്റെ ഹെൽപ്പ് വേണ്ടി വന്നേക്കാം. ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ, ഞാൻ ഉൾപ്പെടുന്ന എന്നീ കേൾക്കുന്ന മുഴുവൻ ആൾക്കാരോടും ഗൈഡിന് പറയാനുള്ള ഒരു ഗൈഡഡ് മെസ്സേജ്. ഞാൻ എപ്പോഴും ഫേവറേറ്റ് ആയിട്ട് പറഞ്ഞൊരു സംഭവമാണ്, ആസ് മച്ച് യു ബോ ദാറ്റ് മച്ച് യു ഗ്രോ. അപ്പം എത്രത്തോളം നമുക്ക് താഴാൻ പറ്റുന്നോ, ഇപ്പം നമ്മൾ പറയും ആരാധന കർമ്മങ്ങളുടെ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സുജൂദ് എന്ന് പറയുന്നത്. ദൈവത്തിന് മാത്രമുള്ളൊരു സമർപ്പണമാണത്. അപ്പോൾ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 5 നേരം വെച്ച് നമ്മൾ തല കീഴായി നെറ്റിയെ മണ്ണിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ ദൈവത്തിന് നമ്മൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സമർപ്പണം ശരിയായ ദിശയിലായിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റല് നമ്മൾ നിവർന്ന് നിന്ന് ആ സുജൂദിൽ നിന്ന് എണീറ്റ് നിവർന്ന് നിന്ന് ആളുകളെ കാണുമ്പോൾ നമ്മുടെ ആളുകളെ ഓരോരുത്തരെ കണ്ടുകൊണ്ടിരിക്കുകയും മനസ്സുകൊണ്ട് നമ്മളൊന്ന് താഴ്ന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊന്ന് ഹമ്പിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു സുജൂദിലാവുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത സുജൂദ്, ഫിസിക്കലി ചെയ്ത സുജൂദ് ഇൻറ്റേർണലി നമ്മളിൽ ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് ബോ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുതന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇതുവരെയുള്ള യാത്രകളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ മുറുകെ പിടിച്ചത് അതാണ്. ആസ് മച്ച് യു ബോ, നമ്മളെപ്പോഴും ബോ ചെയ്യുന്നുണ്ടല്ലോ ഉറപ്പ് വരുത്തുക. അതിൽ ആ ഒരു ബോയിങ്ങിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന ഒന്നും നമുക്ക് വേണ്ടാന്നങ്ങ് തീരുമാനിച്ചേക്കാം എന്നുള്ളതാണ്. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തുറന്ന മനസ്സോടുകൂടി നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴും നമുക്ക് ആ അവസ്ഥയിലിരിക്കാനും പറ്റില്ല. നമ്മൾ പല ചിന്തകളിലൂടെ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ ഇതിനൊരു ഗോളാക്കി വെക്കാം നമ്മുടെ ഉള്ളിൽ. എത്രത്തോളം നമ്മൾ താഴുന്നു, എത്രത്തോളം നമ്മൾ വിനയാന്വിതരായിട്ട് മാറുന്നു, ഒരു പരാതിയും ഇല്ലാതെ ഞാൻ നാളെ കാണിച്ചു തരാം, ഇപ്പം ഞാൻ വിട്ടുകൊടുക്കുന്നു, അങ്ങനെ ഒന്നുമല്ല, ഒരു പരാതിയും ഇല്ലാതെ നമുക്കങ്ങനെ പോയി ചെയ്യാൻ പറ്റുന്നു, അത്രത്തോളം നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യനും കൂടി, അതായത് ഗൈഡ് ആരെ കണ്ടിട്ടുണ്ടെങ്കിലും മുന്നേ കണ്ടവരാണെങ്കിൽ ഗൈഡിന് അവർ ഓർമ്മ കിട്ടുന്നുണ്ട്. ഇപ്പം ഒരിക്കൽ ഇവൻറ്റിന് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് തിരക്കിട്ടിട്ട് കണ്ടതാണെങ്കിലും പിന്നെ അവരെ കാണുന്ന സമയത്ത് ഗൈഡിന് അത് ഇന്ന പേഴ്സൺ ആണെന്നുള്ളത് ഓർമ്മ കിട്ടുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യം, ഇപ്പം എൻ്റെ ഒരു പാർട്ടിസിപ്പൻ്റ് ആണെങ്കിൽ പോലും എന്നോട് വന്നിട്ട് ഹുസ്ന ഞാൻ അന്ന് കഴിഞ്ഞ പ്രോഗ്രാമിന് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കത് ഓർമ്മ കിട്ടൂല. അതിനി പ്രത്യേകിച്ച് ടിപ്പുണ്ടോ, ഇനി അതല്ല നിങ്ങൾക്ക് സ്വതസിദ്ധമായി കിട്ടിയ പോലെ കഴിവെങ്ങാനാണോ? ഇതിലിപ്പോൾ നമുക്കാണെങ്കിൽ മെമ്മറി ട്രെയിനിങ് എന്നൊക്കെ പറയും, പേര് ഓർത്ത് വെക്കാനുള്ള ടെക്നിക്സ് ഒക്കെ നോക്കാം. പക്ഷേ അതൊന്നും വർക്കൗട്ട് എന്നെ സമയത്ത് എനിക്കതൊന്നും വർക്കൗട്ട് ആകില്ല. പക്ഷേ എൻ്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവം, ഇപ്പോൾ നമ്മൾ സെഷനുകളൊക്കെ കഴിയുമ്പോൾ കുറേ ആളുകൾ വരാം. അപ്പോൾ ആക്ച്വലി ഞാൻ പറയാറുള്ളത്, എന്നെ തന്നെ എനിക്ക് കാണിച്ച് തരാൻ വേണ്ടി വരുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ അവരിലൊക്കെ ഞാൻ എന്നെ കാണുന്നുണ്ട്. ഞാൻ എന്നെ ഒരിക്കലും മറക്കൂലല്ലോ, എൻ്റെ പേരൊരിക്കലും മറക്കൂലല്ലോ. ആ ഒരു പോളിസി എൻ്റെ ഉള്ളിൽ എവിടേക്കോ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഓരോരുത്തരെ കാണുമ്പോഴും നമുക്ക് ആ പെട്ടെന്ന് ആ കണക്ഷൻ കിട്ടുന്നത്. ആ മുന്നേ കണ്ടപ്പോൾ എവിടുന്നായിരുന്നു കണ്ടത്, ചിലപ്പം സ്റ്റാറ്റസുകൾ പോലും എനിക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും, പരിചയമില്ല. പക്ഷേ അവരുടെ സ്റ്റോറി വരെ അപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാൻ ശ്രദ്ധിച്ചിരുന്നൊക്കെ എനിക്ക് കണക്ഷൻ കിട്ടാണ്ട്. മേ ബി നമ്മൾ അങ്ങനെ കാണാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കും. വേറെ ആയിട്ട് കാണുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഹുസ്നൻ്റെ
ഒരു കോണ്ടന്റ് ലൂസിനെ പറഞ്ഞിരുന്നല്ലോ, മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അവയവം തന്നെയാണ്, നമ്മൾ തന്നെയാണെന്നൊരു ആ രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ പെർസീവ് ചെയ്യുമ്പോൾ മേ ബി എനിക്ക് തോന്നുന്നു നമ്മളെ മെമ്മറി കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മൈൻഡിൽ നമ്മളിത് വേറെയാണെന്ന് ചേർത്തേക്കാതെ ഇത് എൻ്റെ തന്നെയാണ്, ഞാൻ തന്നെയാണെന്നുള്ളൊരു പോയിന്റിൽ കൊടുക്കുമ്പോൾ മേ ബി നമ്മളെ മൈൻഡ് പെട്ടെന്ന് അതിനെ പ്രോസസ്സ് ചെയ്ത് വെക്കണതായിരിക്കാം. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഗൈഡ് ഒരു കടലാണ് എന്നുള്ളത്. ഗൈഡിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ എത്രത്തോളം കേൾക്കാൻ റെഡിയാവുമെന്നുള്ളതാണ് മാറ്റർ എന്നുള്ളത്. എന്തായാലും ഗൈഡിൻ്റെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മെൻറ്റി എന്നുള്ള തരത്തിലേക്ക് ഗൈഡിനെ കുറച്ചും കൂടി എങ്കിലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയതിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. താങ്ക് യു സോ മച്ച്. ജസാക്കല്ലാ. താങ്ക് യു സോ മച്ച്. ഉസ്നയുടെ വിഷയത്തിലും വളരെ സന്തോഷം ഇങ്ങനൊരു മൊമെൻറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റിയതിൽ. ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യട്ടെ, ഇതിനേക്കാളും വലിയ വലിയ വേദികളിൽ. നമ്മൾ പറയാറുണ്ട് നമ്മൾ അഭിമാനിക്കുന്നത് എപ്പോഴും നമ്മളിലൂടെ വന്നവർ ഉയരങ്ങൾ ഇങ്ങനെ താണ്ടുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഉസ്നയുടെ യാത്ര കാണാൻ. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ എടുത്തു പറയാൻ തോന്നുന്നത് ഉസ്നയുടെ ടീം മെമ്പേഴ്സ്. അവരൊരു നല്ല മക്കളാണ്, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കും എല്ലാവിധ വിശ്വസും ഇതിനെ വലിയ വലിയ തലത്തിലേക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അവർക്കും ദൈവം തമ്പുരാന് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.